ഇംഗ്ലീഷ് മെസ്സേജ് നല്ല ഇഷ്ടപ്പെട്ട മെസ്സേജ്. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ട് വഴികളെ നമുക്ക് നമ്മുടെ ലൈഫിനകത്ത് കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളും. രണ്ട്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാതെ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു മേഖലയാണ് വഴികൾ എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യർ ആകുലപ്പെട്ടു പോകുന്നത് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ചോദിച്ചാൽ അവർക്കും ഒരു ആകുലത കാണും. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് എന്നാണ്. നമ്മുടെയൊക്കെ തലമുറയുടെ ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യം എന്ന് പറയപ്പെടുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയപ്പെടുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴികളെ കണ്ടെത്തി ആ വഴികളിൽ കൂടി നമ്മെ നടത്തുവാൻ പ്രാർത്ഥിക്കുന്ന നല്ല അമ്മയും നല്ല പപ്പയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ലോകത്തിന്റെ വ്യത്യസ്തമായ മേഖലകളാണ്, ലോകത്തിൻ്റെതായ വ്യത്യസ്തമായ മേഖലകളാണ്. കാരണം എല്ലാവരും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നത് മാനുഷികമായ പ്രശംസകളും മാനുഷികമായ പുകഴ്ചകളും മാനുഷികമായ സന്തോഷങ്ങളുമാണ്. എന്നാൽ ലോകത്തിൽ ഏത് ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചാലും ആ ഗ്രന്ഥങ്ങളിലൊന്നും കാണുവാൻ കഴിയാത്ത ചില വേടുകൾ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാസന്തോഷം, മഹാസ്നേഹം, മഹാസമാധാനം. ഈ മൂന്ന് വേടും ബൈബിളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഏതൊക്കെ വേടുകളാണ്? മഹാസന്തോഷം, മഹാസമാധാനം, മഹാസ്നേഹം. ഇത് നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം യേശു ആകുന്ന നാമം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ്. യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തി താഴെ ആമേൻ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയപ്പെടുന്നത് എന്താണ്? യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തിയത്. യേശുവിനെ ജീവിതത്തിൽ കണ്ടെത്തിയത്. നമ്മൾ എത്ര വരെ പഠിച്ചു എന്നുള്ളതല്ല, നല്ല വിദ്യാഭ്യാസം നേടിയെടുത്തവരും ജീവിതത്തിന്റെ വഴിത്താരകളിൽ തകർന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല സമ്പന്നരായ മനുഷ്യർ ജീവിതത്തിന്റെ വഴിത്താരകളിൽ തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. നല്ല അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, നല്ല കുടുംബ മഹിമയുള്ളവരൊക്കെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകൾ നമ്മൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും നിരാശയുടെ വഴികൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും തകർന്നു പോകാതെ നിൽക്കുന്ന ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. അത് യേശുവാകുന്ന വഴിയെ തിരിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യർ കണ്ടെത്തുന്ന വഴിയും ദൈവം കണ്ടെത്തുന്ന വഴിയും, മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിക്കും സ്ഥിരതയുണ്ടാകുന്നില്ല. അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിക്കും ഗ്യാരണ്ടി ഉണ്ടാകുന്നില്ല. മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന വഴി, അല്ലെങ്കിൽ മനുഷ്യരുടെ കണ്ണുകളാൽ മനുഷ്യർ കാണുന്ന വഴികൾ മനുഷ്യർക്ക് തോന്നും പെർഫെക്റ്റ് ആണെന്ന്, അതൊരു ഉറപ്പുണ്ടെന്ന് ചിന്തിക്കും. പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ ചില വഴികളിൽ, ചില ജംഗ്ഷനുകളിൽ വെച്ച് അവൻ വീണുടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളായിട്ട് ആ വഴികൾ മാറിപ്പോകുന്നത് കാണുവാൻ പറ്റും. എന്നാൽ ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികളിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതലും ജീവിതത്തിന്റെ മധ്യത്തിൽ തകർന്നു പോകത്തില്ല. അവൻ ഓട്ടം തികച്ചിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ജീവിതത്തിന്റെ ഏതോ ഒരു ജംഗ്ഷനിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കുവാനുള്ളവരല്ല നമ്മൾ.
ദൈവം അനുവദിച്ചിരിക്കുന്ന നാളുകൾ അത്രയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി പൂർത്തിയാക്കുവാനുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ് എന്ന് പറയപ്പെടുന്നത്. മനുഷ്യന്റെ ആയുസ്സിന് വിലയില്ല അല്ലേ? മനുഷ്യന്റെ ആയുസ്സിന് വിലയുണ്ടോ? ഇല്ല. നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് പ്രശംസിപ്പാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ സമ്പത്തിൽ നമുക്ക് പ്രശംസിപ്പാൻ കഴിയത്തില്ല. കാരണം വേദപുസ്തകം മനുഷ്യനെ താരതമ്യം ചെയ്തിരിക്കുന്നത്, ഒന്ന്, രാവിലെ വിരിഞ്ഞിട്ട് വൈകുന്നേരം വാടിപ്പോകുന്ന പുല്ലിന് തുല്യമായിട്ടാണ് മനുഷ്യനെ ദൈവം താരതമ്യം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സൃഷ്ടിച്ച മനുഷ്യന്, സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയെ കുറിച്ച് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ആർക്കാണ്? സൃഷ്ടിതാവിന് മാത്രമേ സൃഷ്ടിയെ കുറിച്ച് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മെ മാത്രമല്ല, ഈ ലോകത്തിലെ സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്റെ ഏറ്റവും എന്താ പറയേണ്ടത് പ്രാഗൽഭ്യമേറിയ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് രാവിലെ വിരിഞ്ഞ് വൈകുന്നേരം പാടിപ്പോകുന്ന പുല്ലിനോടൊപ്പം ഈ സൃഷ്ടിയെ താരതമ്യം ചെയ്തു എങ്കിൽ പൗലോസ് പറയുകയാണ്, നമുക്ക് പ്രശംസിപ്പാൻ യാതൊരു വകയുമില്ല, നമുക്ക് പുകഴുവാൻ യാതൊരു വകയുമില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ പ്രഭാതത്തിൽ ഉറക്കം എഴുന്നേറ്റാൽ ദൈവത്തിന്റെ കൃപ. ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് രാത്രി നിദ്രയിലോട്ട് പ്രവേശിക്കാൻ നമ്മെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ദൈവത്തിന്റെ കൃപ. ഒരു യാത്ര പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്നാൽ ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ഞാൻ നിർത്തി നിൽക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ഞാൻ വീഴാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ഞാൻ തകർന്നു പോകാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ഞാൻ പരാജയപ്പെട്ടു പോകാതെ നിൽക്കാത്തത് ദൈവത്തിന്റെ കൃപയാലാണ്. അനേകം തകർന്നുപോയ മണ്ണിലാണ് നാം തകർന്നു പോകാതെ നിൽക്കുന്നത്. അനേകം വീണുപോയ മണ്ണിലാണ് നാം വീണുപോകാതെ നിൽക്കുന്നത്. അനേകം നിലംപരിശായ ഇടത്താണ് നാം നിലംപരിശാകാതെ ഇന്നും നിലനിൽക്കുന്നതിന്റെ ഒറ്റ റീസൺ, the grace of God, unmerited favor of the Lord. ആമേൻ. ഒരിക്കലും നമുക്ക് അർഹിക്കാത്ത ഒരു കൃപ ദൈവം നമുക്ക് തന്നിരിക്കുകയാ. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം ഇന്നും നമ്മെ നിർത്തിയിരിക്കുന്നതിന്റെ ഏക റീസൺ, ദൈവത്തിന് ഉറപ്പുണ്ട് നമ്മൾ ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഈ സഭയോട് പ്രിയരെ, ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഒരു ദൈവത്തിന്റെ എന്താ പറയുന്നത്, യേശു കർത്താവിന്റെ ഒരു പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ മരണത്തിന് വിട്ടുകൊടുത്ത് അവന്റെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു ഉറപ്പുണ്ട്, ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. നീ ഫലം പുറപ്പെടുവിക്കാതെ പോകത്തില്ല, നീ ഫലം പുറപ്പെടുവിക്കുക. ഇന്ന് നിന്നിൽ നിന്ന് ഫലമില്ല എന്ന് ലോകം വിളിച്ചു പറയുമ്പോഴും ദൈവത്തിനൊരു പ്രതീക്ഷ എന്നിലുണ്ട്. ചിലപ്പോൾ നമ്മിൽ മാതാപിതാക്കൾക്ക് പ്രതീക്ഷ കാണുന്നില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നമ്മൾ പ്രതീക്ഷ കാണുന്നില്ല. നമ്മിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരേ ഒരു നാമം യേശു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവത്തിന് എന്നിൽ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രിയരെ, ദൈവം നമ്മെ ഓരോ സ്ഥാനത്തിൽ നമ്മെ നിർത്തുന്നത്, ഓരോ പൊസിഷനിലേക്ക് ദൈവം നമ്മെ എത്തിക്കുന്നത് നീ നല്ല ഫലം പുറപ്പെടുവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, അല്ലെ? ഒരു വിശ്വാസത്തിലാണ്. ഈ ലോകത്തിൽ അനേകം നല്ല പ്രാഗൽഭ്യമുള്ള, നല്ല കുടുംബ പാരമ്പര്യമുള്ള, പശ്ചാത്തലമുള്ള, വാക്ചാതുര്യമുള്ള, നല്ല ഡിഗ്രിയുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തിൽ ഉള്ളപ്പോഴും ഈ നാമത്തെ ഉയർത്തുവാൻ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എങ്കിൽ ദൈവത്തിനൊരു ഉറപ്പുണ്ട്, ഇവൻ എന്റെ നാമത്തെ ഉയർത്തുമെന്ന്, ഇവൻ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന്. 33.5 വർഷക്കാലം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് യേശുവിനോട് പറഞ്ഞൊരു പദമുണ്ട്, പിതാവേ, ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ പ്രിയരെ,
ഞാൻ നിങ്ങളോട് പറയുകയാ, വെറുതെ ഞായറാഴ്ച വന്നിരുന്ന് ആരാധിച്ചു പോകുന്ന ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഏതോ ഒരു സംഘടനയുടെ പേരിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം മുഴുവനും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. എന്റെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്റെ നടപ്പ് കൊണ്ട് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്റെ വസ്ത്രധാരണം കൊണ്ട് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം മനുഷ്യർ സ്നേഹിച്ചതുപോലെയാണോ ദൈവം നമ്മെ സ്നേഹിച്ചത്? അല്ല. മനുഷ്യർ സ്നേഹിച്ചത് വ്യവസ്ഥകൾക്കകത്ത് നിന്നുകൊണ്ട്. ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വരികൾ ഇതാണ്: നിത്യമായി സ്നേഹിച്ച തിരുനീളത്താൽ വീണ്ടെടുത്തു, നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീളത്താൽ വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവളേ. അപ്പോൾ ഈ ലോകത്തിൽ ഒരപ്പന് തരാൻ കഴിയാത്ത, ഒരമ്മയ്ക്ക് തരാൻ കഴിയാത്ത, ഒരു സുഹൃത്തിന് തരാൻ കഴിയാത്ത, ഒരു ഭർത്താവിന് തരാൻ കഴിയാത്ത, ഒരു ഭാര്യയ്ക്ക് തരാൻ കഴിയാത്ത, സഹോദരങ്ങൾക്ക് തരാൻ കഴിയാത്ത, നമ്മുടെ ചുറ്റും നിൽക്കുന്ന സുഹൃത്ത് വലയങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരു നിത്യമായ സ്നേഹമുണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചത്. അപ്പോൾ ആ ജീവൻ കൊടുത്ത് നമ്മെ സ്നേഹിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴി തുറന്നു തരുവാൻ സാധ്യം. എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം എനിക്കൊരു വഴി തുറന്നു തരണം? ആമേൻ. The ways God open. ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾ. ഇതാണ് കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത്. ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾ, അതിനകത്തുള്ളൊരു മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾക്കകത്ത് പരാജയമില്ല. ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾക്കകത്ത് തകർച്ചയില്ല. ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾക്കകത്ത് അസ്ഥിരതയില്ല. ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികൾക്കകത്ത് ഭയമില്ല. അവിടെ ഒന്നേയുള്ളൂ, മുൻപിൽ നമ്മുടെ വഴികാട്ടിയായിട്ട് നടക്കുന്ന ദൈവം. ഈ ഇസ്രായേൽ ജനത്തിന് ദൈവമാണ് വഴി തുറന്നു കൊടുത്തത്. ദൈവം തുറക്കുന്ന വഴിയിൽ ദൈവം വഴികാട്ടിയായിട്ട് മാറും. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവം തുറക്കുന്ന വഴിയിൽ ദൈവം ആരായിട്ട് മാറും? വഴികാട്ടിയായിട്ട് മാറും. ഇസ്രായേൽ ജനത്തിന് ദൈവം പറഞ്ഞ പദം ഇങ്ങനെയാണ്: പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വഴികാട്ടിയായിട്ട് നടന്നു എന്നാണ്. അപ്പോൾ ദൈവം തുറക്കുന്ന വഴിക്കകത്ത് ദൈവം നമുക്ക് വഴികാട്ടിയായിട്ട് മാറും. ആ വഴിയിൽ എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, അത് മനുഷ്യരുടെ മുൻപിൽ പ്രതികൂലമാണെങ്കിലും, ദൈവം തുറക്കുന്ന വഴിയിൽ യാത്ര ചെയ്യുന്ന ദൈവമക്കൾക്ക് അത് അത്ഭുതങ്ങളായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന ഓരോ ദൈവമക്കളുടെയും ദിവസങ്ങൾ അത്ഭുതമേറിയതായിരിക്കും. ആമേൻ. നമുക്കറിയാമല്ലോ, ഈ കാലങ്ങളെ കുറിച്ച് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എല്ലാത്തിനും ഒരു കാലഘട്ടം വെച്ചിട്ടുണ്ട്. കരയുവാൻ ഒരു കാലഘട്ടം, സന്തോഷിക്കുവാൻ ഒരു കാലഘട്ടം, കാല പറക്കുവാൻ ഒരു കാലഘട്ടം, ഫലം പറിച്ചെടുക്കുവാൻ ഒരു കാലഘട്ടം. അപ്പോൾ എല്ലാത്തിനും ഒരു സീസൺ വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ആമേൻ, ഈ സീസൺ മാറി മാറി വരുമെന്നല്ല. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ സീസൺ മാറി മാറി വരുമെന്നല്ല. നീ പിന്തുടരുന്ന സീസൺ മാറിയാൽ ആ സീസൺ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. നിങ്ങൾ എവിടെയുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം?
ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. പക്ഷേ ആ ഒരു തലത്തിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ഏത് പ്രവൃത്തിയുമായിട്ട് ജോയിൻ ചെയ്യണം? പുനരുത്ഥാനം. എന്തുമായിട്ട്? പുനരുത്ഥാനം. അപ്പോൾ അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിക്കപ്പെട്ടവരായി മാറണം. അപ്പോൾ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കപ്പെട്ടവരാകാതെ ഒരിക്കലും നമുക്ക് ലോകത്തിലുള്ളതിനെ വിട്ടിട്ട് ദൈവത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ, ലോകത്തിലുള്ളതിനെ വിടണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് നമ്മൾ വിശ്വാസത്താൽ ഏകീഭവിക്കണം. ആമേൻ. കഴിഞ്ഞ ഈവനിങ് സർവീസിൽ ഞാൻ എടുത്തൊരു ക്ലാസ് ആണ് വിശ്വസിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. വിശ്വസിക്കുക പ്രവൃത്തി, വിശ്വാസം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വിശ്വസിക്കുക എന്ന പ്രവൃത്തി ആരുടെ ജീവിതത്തിലാണോ അവർ പ്രാവർത്തികമാക്കുന്നത് അതിലുണ്ടാകുന്ന ഒരു റിസൾട്ട് ആണ് വിശ്വാസം. അതുകൊണ്ടാണ് രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരുടെ അടുത്ത് ബൈബിൾ പറയുന്നത് എന്താണ്? വിശ്വസിക്കുക, അല്ലെ? ബൈബിൾ പറയുന്നു ക്രിസ്തുവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും നീയും നിന്റെ കുടുംബവും. എന്തുകൊണ്ട് പല കുടുംബങ്ങൾക്കകത്തും എല്ലാവരും പറയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ പലരുടെയും ജീവിതത്തിനകത്ത് ഈ വിശ്വാസത്തിന്റെ റിസൾട്ട് കാണാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഈ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ച ഒരു അപേക്ഷയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ യേശുവിനെ വിശ്വസിച്ചു. ആ അനുഭവത്തെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് വിശ്വാസം ഉണ്ടായി, പക്ഷെ വിശ്വാസത്തിൽ ഒരു വർധന ഉണ്ടായില്ല. വർധന ഉണ്ടാകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലോകത്തിലെ ചിന്തകളെ വിട്ട്, ലോകത്തിന്റെ ഇഷ്ടങ്ങളെ വിട്ട്, ലോകത്തിൻ്റെതായ പദങ്ങളെ വിട്ടിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിലോട്ടോ ദൈവത്തിന്റെ വഴികളിലോട്ടോ ദൈവത്തിന്റെ പദ്ധതിയിലോട്ടോ നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. For my thoughts are not your thoughts, neither are your ways my ways, saith the Lord. അപ്പോൾ ഇവിടെ സർവശക്തനായ ദൈവം ഇസ്രായേൽ ജനതയോട് പറയുന്ന ഒരു പദമാണ്. കാരണം ഈ മനുഷ്യർക്ക് എന്തുണ്ട്? വിചാരങ്ങളുണ്ട്. മനുഷ്യർക്ക് എന്തുണ്ട്? വിചാരങ്ങളുണ്ട്. വിചാരങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും വിചാരങ്ങളുണ്ട്. മനുഷ്യർ സ്വപ്ന ജീവികൾ എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യർ സ്വപ്നങ്ങളാണ്. മനുഷ്യർ ചിന്തിച്ചു കൂട്ടുന്നവരാണ്. അപ്പോൾ മനുഷ്യർക്ക് എന്തുണ്ട്? വിചാരങ്ങളുണ്ട്. ദൈവത്തിന് എന്തുണ്ട്? വിചാരമുണ്ട്. അപ്പോൾ ദൈവത്തിന് വിചാരങ്ങളുണ്ട്, മനുഷ്യർക്ക് വിചാരങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം തന്റെ പ്രവാചകനിൽ കൂടി വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇതാണ് എന്റെ അർത്ഥം. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ അല്ല ആര് ചിന്തിക്കുന്നത്? ദൈവം ചിന്തിക്കുന്നത്. കാരണം ദൈവം ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്. ദൈവം ആരാണ്? സൃഷ്ടാവാണ്. ദൈവത്തിന്റെ പ്ലാനാണ് ദൈവത്തിന്റെ ക്രിയേഷനിൽ വെളിപ്പെട്ടത്. അല്ലെങ്കിൽ ദൈവം ഹൃദയത്തിനകത്ത് പ്ലാൻ ചെയ്ത മേഖലയാണ് ദൈവം തന്റെ കൈ കൊണ്ട് ഈ ഭൂമിയിൽ നിർമ്മിച്ചത്. അപ്പോൾ ക്രിയേറ്റർക്ക് ആ ക്രിയേഷനെ കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ട്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സൃഷ്ടിയെ കുറിച്ച് ആർക്കാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള അറിവുള്ളത്? സൃഷ്ടാവിനാണ്. അപ്പോൾ നിങ്ങളെ കുറിച്ച് നിങ്ങളെക്കാളും അറിവ് ആർക്കാണുള്ളത്?
ദൈവത്തിനാണ്. ആമേൻ. ദൈവം എല്ലാത്തിനെയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ മാത്രമേ ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. നിങ്ങൾ ആർക്കുള്ളവരാണ്? നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ഇത് ഓരോ മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എന്നോട് മാത്രം പറയുന്ന കാര്യമല്ല. ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ നിനക്കുള്ളതല്ല, നീ നിനക്കുള്ളതല്ല, നീ നിനക്കുള്ളതല്ല, നീ നിനക്കുള്ളതല്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ ആമേൻ, നിന്നെ കുറിച്ച് നീ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ആമേൻ. എന്നെ കുറിച്ച് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. എനിക്ക് തോന്നും എനിക്ക് ഇതുവഴി പോയാൽ അവിടെ എത്താം എന്ന് എന്റെ ചിന്തയാണ്, അല്ലെ? എനിക്ക് ഇതുവഴി പോയാൽ അവിടെ എത്താം എന്ന് എന്റെ ചിന്തയാണ്. എനിക്ക് ഇങ്ങനെ പ്രവർത്തിച്ചാൽ അത് നേടിയെടുക്കാം എന്നുള്ളത് എന്റെ ചിന്തയാണ്. എന്നാൽ ആമേൻ, അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകപ്പെടുന്ന ദൈവം നമ്മെ ഏതെല്ലാം നിലവാരത്തിൽ കണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ഏതെല്ലാം നിലവാരത്തിലാണ് ദൈവം നമ്മെ കണ്ടത്? ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകപ്പെടുന്നതിന് മുൻപ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകപ്പെടുന്നതിന് മുമ്പ്. രണ്ടാമത് നമ്മെ കണ്ടത് എപ്പോഴാണ്? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു പിണ്ഡാകാരമായിരുന്നപ്പോൾ, ഒരു മാംസ കഷ്ണമായിരുന്നപ്പോൾ. അപ്പോൾ ഇതെല്ലാം നാം അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവാകപ്പെടുന്നതിന് മുൻപേ നമ്മെ കുറിച്ച് ആര് ചിന്തിച്ചു തുടങ്ങിയത്? ദൈവം ചിന്തിച്ചു തുടങ്ങിയത്. അതുകൊണ്ടല്ലേ ഇരമ്യാവിനോട് ദൈവം പറഞ്ഞത്, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചു. എങ്ങനെയാണ് പേർ ചൊല്ലി വിളിച്ചത്? ജാതികളുടെ പ്രവാചകൻ എന്ന് പേർ ചൊല്ലി വിളിച്ചു. ഈ പല മനുഷ്യരും ചില മേഖലകളിൽ പരാജയപ്പെട്ടു പോകുന്നതിന്റെ റീസൺ അത് അവർ തെരഞ്ഞെടുത്ത വഴിയായതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ചിന്തകൾ ദൈവത്തിന്റെ ചിന്തകളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. നിങ്ങൾ നടക്കുന്ന വഴിയിൽ ദൈവം ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. ആമേൻ. ഇവിടെ ദൈവം പറയുക, ആമേൻ, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. അപ്പോൾ എന്റെ വിചാരത്തെക്കാളും ആമേൻ ഉയരത്തിലാണ് ആരുടെ വിചാരം? ദൈവത്തിന്റെ വിചാരം. അങ്ങനെയെങ്കിൽ പ്രിയരെ, ആമേൻ, ഇതിനകത്ത് പറയുന്നത് എന്താണ്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ ചിന്തകൾക്ക് മീതെ ദൈവത്തിന്റെ ചിന്ത എന്ത് ചെയ്തിരിക്കുകയാണ്? ഉയർന്നിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഈ ദൈവത്തിന്റെ ചിന്തയോട് ഞാൻ പ്രവേശിക്കണമെങ്കിൽ ആദ്യം എന്റെ വിചാരങ്ങളെ ഞാൻ ഉപേക്ഷിക്കണം. എന്റെ വിചാരങ്ങളെ ഉപേക്ഷിക്കാതെ ഒരിക്കലും ദൈവത്തിന്റെ വിചാരത്തോട് എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ലോകത്തിൽ ഏറ്റവും വേഗതയിൽ യാത്ര ചെയ്യുന്ന ഒന്നാണ് മനസ്സ്, അല്ലെ? ലോകത്തിൽ ഏറ്റവും വേഗതയിൽ യാത്ര ചെയ്യുന്ന ഒന്നാണ് മനസ്സ്. നമ്മളുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് പിക്ചറുകളുണ്ട്, അല്ലെങ്കിൽ ഫിലിംസ് ഉണ്ട്. ഈ ഫിലിമുണ്ട്, ഈ എന്താ പറയേണ്ടത്, യൂട്യൂബിൽ കാണുന്ന റീൽസുകളുണ്ട്. ഇതെല്ലാം എവിടെ നിന്നാ വന്നത്? ചില വിചാരങ്ങളിൽ നിന്ന്, ആരുടെയോ ഉള്ളിൽ വെളിപ്പെട്ട വിചാരങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉടലെടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, നിങ്ങൾ ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ശരിക്കുള്ള മലയാളം മീനിങ്സ് എന്താ? അപ്പോഴുള്ള നമ്മുടെ, എനിക്കറിയുന്നില്ല അത് ശരിയാണോ? ശരിയാണോ? നിങ്ങളുടെ മാനസികാവസ്ഥയാണോ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള മാനസിക അവസ്ഥയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഇടുന്ന വാട്സപ്പിലെ സ്റ്റാറ്റസ് നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള വിചാരങ്ങളാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ വരുന്നത്. അല്ലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? മരം ചുറ്റുന്നതും അങ്ങനെ ഓടുന്നതൊക്കെ നീ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ എടുത്തിട്ട് നിന്റെ പ്രൊഫൈൽ പിക്ചറിൽ നിന്റെ അഡ്രസ്സിനകത്ത് എടുത്തിടാൻ ഒറ്റ റീസണേ ഉള്ളൂ, നിന്റെ മാനസികാവസ്ഥയാണ്. എന്റെ ചോദ്യം, ഇവിടെ കയറുമ്പോൾ ഒരു മാനസികാവസ്ഥ, അവിടെ കയറുമ്പോൾ ഒരു മാനസികാവസ്ഥ, കോളേജിൽ പോകുമ്പോൾ ഒരു മാനസികാവസ്ഥ, വീട്ടിൽ പോകുമ്പോൾ ഒരു മാനസികാവസ്ഥ. ഇതാ മനുഷ്യൻ, സ്ഥിരതയില്ലാത്ത മനുഷ്യൻ, അല്ലെ? സ്ഥിരതയില്ലാത്ത മനുഷ്യൻ. അവരുടെ മാനസികാവസ്ഥകൾക്ക് എന്തില്ല? സ്ഥിരതയില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ, പാടാൻ കയറുമ്പോൾ ഒരു മാനസികാവസ്ഥ, മെസ്സേജ് കേൾക്കാനിരിക്കുമ്പോൾ
ഒരു മാനസികാവസ്ഥ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ, കൂട്ടുകാരോടിരിക്കുമ്പോൾ മറ്റൊരു മാനസികാവസ്ഥ, സ്ഥിരതയില്ലാത്ത മാനസികാവസ്ഥകൾ. ആമേൻ. ആലയത്തിൽ വരുമ്പോൾ ദൈവത്തോടൊരടുപ്പം, എന്നാൽ ആലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥകൾ. ആമേൻ. ലോകത്തിലെ ഇൻപങ്ങളോട് ചേരുന്ന അവസ്ഥകൾ. ആമേൻ. മനുഷ്യരുടെ ഹിതങ്ങളോട് ഇഷ്ടപ്പെടുന്ന അവസ്ഥകൾ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, സ്ഥിരതയില്ലാത്തതിന്റെ മാനസിക അവസ്ഥകളെ മാറ്റിയിട്ട്, ആമേൻ, ഉറപ്പില്ലാത്ത മാനസിക അവസ്ഥകളെ മാറ്റിയിട്ട് ഒരു സ്ഥിരമായ മാനസിക അവസ്ഥയ്ക്ക് ഒരു ഉടമസ്ഥയായി മാറുവാൻ കൊതിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, നിന്നെ പണിതെടുക്കുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. നിന്നെ പുതുക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ ആമേൻ ഹല്ലേലൂയ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമ്മെക്കുറിച്ച് ദൈവം എന്താണ് വിചാരിക്കുന്നത്? അതെത്ര പേർക്കൊന്ന് പറയുവാൻ പറ്റും? എന്നെ കുറിച്ച് ദൈവം എന്താണ് വിചാരിക്കുന്നത് നിങ്ങൾ പറയാൻ പറ്റും? നിങ്ങളെ കുറിച്ച്, ഇപ്പൊ പ്രീതയെ കുറിച്ച് ദൈവം എന്താണ് വിചാരിക്കുന്നത് എന്ന് ആരാ കണ്ടെത്തേണ്ടത്? പ്രീതയെ കണ്ടെത്തേണ്ടത്. അഭിനയെ കുറിച്ച് ദൈവം എന്താണ് വിചാരിക്കുന്നതെന്ന് അഭിനയ കണ്ടെത്തേണ്ടത്. ആമേൻ. അപ്പോൾ ഇവരെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു വിചാരമുണ്ട്. ഈ മകളെ കുറിച്ചൊരു വിചാരമുണ്ട്, ഈ മകനെ കുറിച്ചൊരു വിചാരമുണ്ട്, ആമേൻ, എന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. ലോകത്തിൽ കോടിക്കണക്കിനുള്ള ദൈവദാസന്മാരെ കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്, ദൈവദാസിമാരെ കുറിച്ചൊരു വിചാരമുണ്ട്, മക്കളെ കുറിച്ചൊരു വിചാരമുണ്ട്. ഈ വിചാരം നിന്നോടൊപ്പമല്ല നിൽക്കുന്നത്, ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരത്തെക്കാളും ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയൊരു ചിന്തയുണ്ട്. എന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ചിന്തയുണ്ട്. ആ ഒരു വിചാരം, ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചത്. കാരണം പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന്റെ പപ്പയ്ക്ക്, പൗലോസ് അപ്പോസ്തലന്റെ പിതാവിന് ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തയ്ക്കനുസരിച്ച് ശൗൽ എന്ന മനുഷ്യനെ തർസീസിൽ ആരുടെ കീഴിലാണ് കൊണ്ടിരുത്തിയ? ഗമാലിയലിന്റെ കീഴിൽ. ഗമാലിയലിന്റെ പാദപീഠത്തിൽ കൊണ്ടിരുത്തിയത് പിതാവിന്റെ ഹിതപ്രകാരമാണ്. എന്നാൽ പിതാവിന്റെ ഹിതപ്രകാരം ആമേൻ ഗമാലിയലിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ന്യായപ്രമാണം അഭ്യസിച്ച് യഹൂദ മതത്തിൽ ഒരു പ്രധാന പങ്കാളിയായിട്ട് മാറിയപ്പോൾ അവന്റെ ഉള്ളിൽ ഉടലെടുത്തത് മതത്തെ കുറിച്ചുള്ള വികാരമായിരുന്നു. അവന്റെ മതത്തെ കുറിച്ച് അവൻ പഠിച്ചപ്പോൾ, അവന്റെ മതത്തിലെ ചട്ടങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അതിന് വിരോധമായി വെളിപ്പെടുന്നവരെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം ഒരു മനസ്സിന്റെ ഉടമസ്ഥനായിട്ട് മാറി. അപ്പന്റെ വിചാരം ഇവനെ ഒരു മത പണ്ഡിതനാക്കണമെന്നായിരുന്നു. ഇന്ന് നമുക്കല്ലേ പ്രിയരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ചൊരു വിചാരമുണ്ട്. അതുകൊണ്ടാണ് വട്ടിക്കെടുത്തും ലോൺ എടുത്തും കടമറിച്ചും നിങ്ങളെ നല്ല സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾക്ക് കിട്ടാത്ത സൗകര്യം മക്കൾക്ക് മാതാപിതാക്കൾ നൽകുന്നതിന്റെ റീസൺ എന്തെന്നറിയാമോ? ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വിചാരമുള്ളതുപോലെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിചാരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ പ്രിയരെ, മാതാപിതാക്കൾ വിചാരിക്കുന്ന വിചാരങ്ങൾ നിങ്ങൾക്ക് തുല്യമല്ല, നിങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയരെ, പല മക്കൾക്കും മാതാപിതാക്കളുടെ വിചാരങ്ങൾക്കൊപ്പം എത്താൻ കഴിയാത്തത്. ആമേൻ. പല മക്കളും മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ തകർക്കുന്നതിന്റെ റീസൺ എന്ന് പറയപ്പെടുന്നത് മാതാപിതാക്കളുടെ വിചാരങ്ങളിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് മക്കൾക്ക് കയറിപ്പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ഈ ലോകത്തിൽ ജനത്തിൽ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തകൾ ഉള്ളതുപോലെ ആമേൻ അമ്മയുടെ ഉദരത്തിനകത്ത് നിന്നെ ജനിപ്പിച്ച ദൈവത്തിന് ആമേൻ നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. ഈ ലോകത്തിലെ അപ്പനമ്മമാർക്ക് നിങ്ങളെ കുറിച്ച് സ്വപ്നമുള്ളതുപോലെ ദൈവത്തിന്റെ വചനത്താൽ, കെടാത്ത ബീജത്താൽ നിങ്ങളെ ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ച നിങ്ങളുടെ ആത്മപിതാവാകുന്ന ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. രണ്ടു കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ജഡത്തിൽ നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് നിങ്ങളെ കുറിച്ച് എന്തുണ്ട്? സ്വപ്നമുണ്ട്. രണ്ട്, ആത്മമണ്ഡലത്തിനകത്ത് നിങ്ങളെ കെടാത്ത ബീജത്താൽ, ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളെ ജനിപ്പിച്ച സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്വപ്നമുണ്ട്.
പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അതിലോട്ട് കയറി പോകാൻ പറ്റുന്നില്ല? ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ചിന്തകൾ അതിന്റെ കീഴിലായതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത്തെ ഉരുവാക്കിയതാരാണ്? ദൈവമാണ്. കാരണം അവരെ കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിന്റെ ജനമെന്നാണ്. അവർ ആരാണ്? ദൈവത്തിന്റെ ജനം. അപ്പോൾ ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. പക്ഷെ ആ വിചാരത്തിലോട്ട് എനിക്ക് കയറി ചെല്ലണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ? അല്ല, എന്റെ ചിന്തകളെ ഞാൻ മാറ്റാൻ പഠിക്കണം. ആമേൻ. എന്റെ ചിന്തകളെ ഞാൻ എന്ത് ചെയ്യണം? മനസ്സ് മാറണം, എന്റെ മൈൻഡ് മാറണം. നമുക്കറിയാം, ഈ പൗലോസ് അപ്പോസ്തലൻ മെലിത്ത ദ്വീപിൽ ചെന്നപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലന്റെ കയ്യിൽ അണലി ചുറ്റി. അണലി ചുറ്റിയ ഉടൻ മെലിത്ത ദ്വീപിലെ നിവാസികൾ ചിന്തിച്ചത് ഇവൻ ഇപ്പോൾ ചത്തു വീഴുമെന്ന്. കാരണം ഇവർ ഇതുവരെ പഠിച്ചതൊക്കെ അങ്ങനെ, അണലി കടിച്ചാൽ എന്ത് ചെയ്യും? അവർ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു. പക്ഷെ അവരുടെ ചിന്തകളെ എല്ലാം മറികടന്ന് അവൻ ഈ അണലിയെ കൊടഞ്ഞ് തീയിലേക്ക് എറിയുമ്പോൾ അണലിയുടെ കടിയേറ്റ പൗലോസ് ചീർക്കുകയോ മരിച്ചു വീഴുകയോ ചെയ്യാതിരുന്നപ്പോൾ ബൈബിൾ പറഞ്ഞു, അവർ അവരുടെ മനസ്സിനെ മാറ്റി, അവരുടെ മൈൻഡ് മാറി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരുടെ മനസ്സുകളെ മാറ്റട്ടെ. അവരുടെ വിചാരങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവന്റെ ഉടയവനുണ്ട് എന്ന് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല. മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾ എന്ത് ചെയ്യും? തെറ്റും. പക്ഷെ ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റത്തില്ല. മനുഷ്യന്റെ പ്ലാനുകളൊക്കെ തകർന്നു പോകും, പക്ഷെ ദൈവത്തിന്റെ പ്ലാനുകൾ തകരത്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയരെ, ദൈവത്തിന്റെ പ്ലാനിൽ സ്റ്റെപ്പ് വയ്ക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു തകർച്ച ഉണ്ടാകത്തില്ല. നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിന്റെ പ്ലാനിനകത്താണോ? നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുക. അവൻ നിങ്ങളുടെ ബിസിനസ് ദൈവത്തിന്റെ പ്ലാനിനകത്താണോ? നിങ്ങളുടെ ബിസിനസിനെ ദൈവം ഉയരങ്ങളിൽ എത്തിക്കുക. നിങ്ങൾ അവൻ നടക്കുന്ന വഴികൾ ദൈവത്തിന്റെ വഴികളാണെങ്കിൽ ദൈവം നിങ്ങളെ ഇന്നുവരെ എത്താത്ത തലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. പക്ഷെ ഒറ്റ റീസൺ, നീ നിന്റെ വിചാരങ്ങളിലാണ്. എന്റെ വിചാരങ്ങളിലാണ് ഞാൻ യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരു എൻഡ് കണ്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എന്റെ വിചാരങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. മനുഷ്യന്റെ ദൃഷ്ടിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. മനുഷ്യന്റെ ശബ്ദത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ആമേൻ. കാരണം അവർക്ക് ഒരു പരിധിക്കപ്പുറം കാണാൻ കഴിയത്തില്ല, ഒരു പരിധിക്കപ്പുറം അവർക്ക് കേൾക്കാൻ കഴിയത്തില്ല, ഒരു പരിധിക്കപ്പുറം അവർക്ക് നടക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, ആമേൻ, ഏലിയാവെന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവപുരുഷൻ ഒരു രാവും പകലും അവൻ നടന്നപ്പോൾ തളർന്നു വീണെന്ന ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തളർന്നു വീണ മനുഷ്യൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, അവൻ ദൈവത്തിന്റെ പ്ലാനിനകത്ത് നിന്നപ്പോൾ അവൻ ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ ഓടിയെങ്കിൽ അവൻ എപ്പോൾ ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പുറത്തു വന്നോ അപ്പോൾ അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു വീണ് മരിക്കാൻ ഇച്ഛിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നു കിടന്ന് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയല്ല ഈ തലമുറ. ആഹാബിന്റെ രഥത്തെ ബന്ധിച്ചിരിക്കുന്ന കുതിരയുടെ വേഗത്തെക്കാണ്, മാൻപേടകളുടെ കാലുകളെക്കാണ് വേഗത്തിൽ ഓടുവാൻ കഴിയുന്ന കാലുകൾക്ക് ഉടമസ്ഥരാക്കി നിങ്ങളെ മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിയോ? ആമേൻ. കാരണം നമ്മെ നടത്തുന്നത് സാഹചര്യങ്ങളാണ്, നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് സാഹചര്യങ്ങളാണ്. നമ്മൾ പരിമിതികൾക്കകത്ത് നിന്ന് ചിന്തിക്കുന്നവരാണ്, പരിമിതികൾക്കകത്ത് നിന്ന് സ്വപ്നം കാണുന്നവരാണ്, പരിമിതികൾക്കകത്ത് നിന്ന് പ്ലാൻ ചെയ്യുന്നവരാണ്. നമ്മളൊരു വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് നമുക്ക് എത്ര ലക്ഷം വരെയുള്ള വീട് പണിയാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളൊരു ബാങ്കിൽ ലോണിന് പോകുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും, അല്ലേ? അതല്ലേ? എന്ന് പറഞ്ഞാൽ ബാങ്കുകാർ പോലും നിങ്ങളുടെ കപ്പാസിറ്റി നോക്കിയാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇത് നോക്കിയാണ് നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാ പരിമിതികൾക്ക് നിന്നുണ്ട്. എന്നാൽ നിനക്ക് ചെയ്യാൻ കഴിയാത്തത്
ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് ദൈവത്തിന്റെ പ്ലാനിനകത്ത്. നിന്റെ പ്ലാനിനകത്തുള്ളത് നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിൽ ദൈവത്തിന്റെ പ്ലാനിനകത്ത് നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ്. ഇന്ന് പകൽക്കാല പ്രിയരെ, അവൻ മനുഷ്യന്റെ പ്ലാൻ വിട്ടിട്ട് ദൈവത്തിന്റെ പ്ലാനിനോട്ടൊന്ന് കയറി ചെല്ലുവാൻ. എറണാകുളത്തൊരു ചെറുപ്പക്കാരൻ അപ്പൻ മരിച്ചുപോയി. അപ്പൻ പാസ്റ്ററായിരുന്നു, 2 മക്കളാണ്. ഈ മക്കളെ എങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണമെന്ന് അറിയത്തില്ല, പഠിപ്പിക്കാൻ വലിയ ഇതൊന്നുമില്ല. പക്ഷേ ആ പാസ്റ്ററുടെ വൈഫ്, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ, ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയായിരുന്നു. ഇവർ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, മക്കളെ കൊണ്ട് അഭിഷേകം പ്രാപിപ്പിച്ചു. ആ മകൻ അഭിഷേകത്തിൽ വളർന്നു, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മണിക്കൂറുകൾ അന്യഭാഷ പ്രാർത്ഥിച്ചു. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവൻ മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവന് ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിനുള്ള കപ്പാസിറ്റി ഒന്നും അമ്മയ്ക്കില്ല. ഇവനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടാനുള്ള പൈസ ഇല്ല, ഒന്നിനുമില്ല. പക്ഷേ ഇവൻ അഭിഷേകത്തിൽ വളർന്നു. ഇവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ശുശ്രൂഷയിലൊക്കെ വളരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഇവൻ കോട്ടയത്ത് ഒരു മീറ്റിംഗിന് കടന്നുപോയി. കൊച്ചുകൾക്ക് +2 കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കരമായ അഭിഷേകം വെളിപ്പെട്ടു. ആ സഭയ്ക്കകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും തെറിച്ചു വീഴുവാൻ തുടങ്ങി. അതിനകത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ പരിശുദ്ധാത്മാവ് തന്നു. ഈ ചെറുപ്പക്കാരനെ ആ മനുഷ്യൻ ഏറ്റെടുത്തു. ഇവന്റെ ആഗ്രഹം പോലെ അവനെ MBBS പഠിപ്പിച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനെ ഡെൻമാർക്കിൽ കൊണ്ടുപോയി അവിടെ ഇവനൊരു മീറ്റിംഗിൽ ശുശ്രൂഷിക്കുമ്പോൾ ഡെൻമാർക്കിലെ ഏറ്റവും കോടീശ്വരനായ മനുഷ്യൻ, ഏക മകളുള്ള ഒരു മനുഷ്യൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ ഈ മകനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ മകനെ ആ ഡെൻമാർക്കിലെ ആ ഏറ്റവും കോടീശ്വരനായ മനുഷ്യൻ ഏറ്റെടുത്തു. തന്റെ ഏക മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഇന്ന് കോടിയുടെ അധിപതിയായിട്ട് ഇന്നും അഭിഷേകത്തിൽ അവൻ ഡെൻമാർക്കിൽ ഡോക്ടറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വഴി അത് നിനക്ക് ചെയ്യാൻ കഴിയാത്തത്, അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ വഴികളാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. നിന്റെ വിചാരങ്ങൾ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്, നിന്റെ വിചാരങ്ങൾ നിന്റെ വീടിന്റെ സ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട്, നിന്റെ വിചാരങ്ങൾ നിന്റെ കഴിവിന്റെ സ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട്, നിന്റെ ചുറ്റുപാടിനകത്ത് നിന്നുകൊണ്ട്, നിന്റെ സാമ്പത്തിക സ്ഥിതിക്കകത്ത് നിന്നുകൊണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ നിന്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചല്ല. ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ പ്ലാനിലേക്ക് പരിശുദ്ധമായി കൈപിടിച്ച് കയറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കേ. നീ നിന്റെ ചുറ്റുപാടിനകത്ത് നിന്ന് ചിന്തിക്കാതെ അത് പരിമിതികൾ കൊണ്ട് നിറയപ്പെട്ടതാ. അവൻ നിനക്കൊരു പരിധിക്കപ്പുറമുള്ള കാഴ്ചകൾ കാണുവാൻ കഴിയുന്നില്ല. നീ നോക്കിക്കൊള്ളുന്ന നിങ്ങൾ എത്ര കാഴ്ചശക്തി ഉള്ളവരാണെങ്കിലും ഇവിടെ നിന്നാൽ ഈ മതിലിനപ്പുറമുള്ള കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എത്ര കാഴ്ചശക്തി ഉള്ളവരാണെങ്കിലും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട്. എന്നാൽ അതിനപ്പുറവും ചില കാഴ്ചകളുണ്ട്. അത് എനിക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ കാണാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ അപ്പുറത്തെ കാഴ്ച കാണണമെങ്കിൽ ഈ കണ്ണ് പോരാ. എന്റെ ഹൃദയത്തിൽ ഒരു ആത്മദൃഷ്ടി തുറക്കപ്പെടണം. ചില വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ തുറക്കപ്പെടണം. ഇന്ന് വരെ നീ കണ്ണുകൊണ്ട് കാണാത്തത് നിന്റെ ദർശനത്തിൽ തുറക്കപ്പെടുന്നു എങ്കിൽ, നിന്റെ വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ തുറക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, ഒരു കണ്ണും കണ്ടില്ലാത്ത, ഒരു കാതിൽ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ Oh, Rama Shantala, Yelkamana,
അതനം ചുനാറകൾക്ക് മനകണ്ടക അതൽക്ക മലാധലാദികൾക്ക് മനകണ്ടക അതൽ മല ശബ്ദലാദികൾക്ക് മനകണ്ടക. നീ നിനക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷക്കാരുടെ ഇടയിൽ നിന്നെ നിർത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ഒറ്റ കാര്യം, എന്റെ വിചാരത്തെ ഞാൻ ഉപേക്ഷിക്കണം. എന്റെ വിചാരം എന്താ? ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഒരു മീറ്റിംഗ് കിട്ടിയിരുന്നെങ്കിലോ, ഒരു മീറ്റിംഗ് കിട്ടിയിരുന്നെങ്കിലോ. ആമേ, ഇവിടെ ആമേ മുക്കിലും മൂലയിലും ഒക്കെ ഫ്ലക്സിൽ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിലോ. ഇത് ആരുടെ വിചാരമാ? ഇത് നിന്റെ വിചാരമാ. ഇത് നിന്റെ വിചാരമാ. നീ അവിടെ ഇവിടെ ഫ്ലക്സ് കാണുമ്പോൾ നിന്റെ ഫോട്ടോ അതിനകത്ത് കാണാൻ ആഗ്രഹിക്കരുത്. പകരം നിന്റെ ഫോട്ടോ നീ ഇവിടെ ഉദയമുള്ളവരെ കാണാൻ ആഗ്രഹിച്ചു. നിന്റെ ഫോട്ടോ പാറശാലയിൽ കാണാൻ ആഗ്രഹിച്ചു. നിന്റെ ഫോട്ടോ കോട്ടയത്ത് കാണാൻ ആഗ്രഹിച്ചു. ഇത് നിന്റെ വിചാരമാ. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ ഇന്ന് വരെ ആരും ചെന്നിട്ടില്ലാത്ത ഇടത്ത്, ഇന്ന് വരെ ആരും ചവിട്ടിയില്ലാത്തടത്ത് ബൈബിൾ പറയുന്നു, നീ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുമ്പോൾ ഭൂമിയിൽ അത്യത്തോളം നിന്നെ ഞാൻ എന്നെ സാക്ഷിയായി തീർക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉപേക്ഷിക്കും. പല മനുഷ്യരും പറയുന്ന ഒരു പദമുണ്ട്, അസ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ച് തീർക്കണം. കാരണം ബൈബിൾ പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എങ്ങനെയോ ജീവിച്ച് തീർക്കണം എന്നുള്ളത് നിന്റെ വിചാരം. പക്ഷേ നീ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അവൻ കാര്യം നാട്ടുകാരെന്ന് പറഞ്ഞാലും ശരി, അവരെന്ന് വിചാരിച്ചാലും ശരി, എനിക്ക് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നത് നിന്റെ മനസ്സാ. പക്ഷേ എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ട്. ഞാൻ എപ്പോഴും ഇവരോട് പറയാറുണ്ട്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ദൈവത്തെ ഉയർത്തുക. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദൈവത്തെ ഉയർത്തുന്നത്. നിങ്ങൾ ഈ വർഷിപ്പ് ടൈമിലൊക്കെ എന്റെ ദൈവത്തെ ഒന്ന് ഉയർത്തി നോക്കി, അപ്പോഴറിയാം ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ സ്വർഗത്തിൽ വേറൊരു ശബ്ദമില്ല. സ്വർഗത്തിൽ ദൈവത്തെ നോക്കിയിട്ട് പരിശുദ്ധൻ, മഹോന്നതൻ, പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിങ്ങളെ നോക്കി ഞാൻ വന്നിരുന്നു പറയണം, നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയെന്ന് 10 പ്രാവശ്യം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷമില്ല. ഇതേ ആഗ്രഹമാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തിനെ ഉയർത്തുകയാണ്. ആമേൻ. ഒന്ന് ചിന്തിച്ച ഒരു നിമിഷം നമ്മുടെ ദൈവത്തെ ഉയർത്താമോ? അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാരനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം സമർപ്പിച്ചു വയ്ക്കട്ടെ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാരനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം ശിവാ. ദൈവത്തെക്കുറിച്ച് നല്ലത് മാത്രം. ഇതാരുടെ ആഗ്രഹമാണ്? അങ്ങനെ നമ്മുടെ ആഗ്രഹം. നമ്മളെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മെ കുറിച്ച് നല്ലത് മാത്രം. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾ എന്താണോ
ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ, നീ അടുത്ത ഒരാളെ നല്ലത് പറഞ്ഞാൽ നിന്നെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയും. ആമേൻ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. റീസൺ ഇത്രയേ ഉള്ളൂ. എല്ലാ സൃഷ്ടികളെ നോക്കി കർത്താവ് പറഞ്ഞു, നല്ലത് 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 നല്ലത്. നിനക്ക് ദൈവം തന്ന തലമുറയെ നോക്കി നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ദൈവം എനിക്ക് തന്ന തലമുറ നല്ലത് നല്ലത് നല്ലത്. നിന്റെ വിചാരം മാറട്ടെ. നിന്റെ തലമുറ മോശമെന്നുള്ള ചിന്ത മാറട്ടെ. നിന്റെ തലമുറ വൈദഗ്ധ്യം പോകുമെന്നുള്ള ചിന്ത മാറട്ടെ. നിന്റെ തലമുറ നിനക്കൊരു അപമാനമെന്നുള്ള ചിന്ത മാറട്ടെ. നിന്റെ തലമുറ നിനക്കൊരു ഭാരമെന്നുള്ള ചിന്ത മാറട്ടെ. ബൈബിൾ പറയുന്നു, ഉദരഫലം യഹോവ നൽകുന്ന ഗിഫ്റ്റ്. മക്കൾ ആരാണ്? ആമേൻ. പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്റെ മോനോട് പറയാറുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസം. എനിക്ക് നിന്നെ ആരുടെ ഉറപ്പില്ല ഞാനിത് പറയുന്നത്. എന്റെ മോൻ 24 മണിക്കൂർ എന്റെ കൺവെട്ടത്താണ് ഇരിക്കുന്നത്. നോനോ, അവൻ എന്റെ കൺവെട്ടത്തല്ല ഇരിക്കുന്നത്. പക്ഷേ ആമേൻ, ഈ ദിനവൃത്താന്ത പുസ്തകത്തിലാണ് ഒരു വചനം പറയുന്നു, യഹോവയുടെ ദൃഷ്ടി അല്ലെ സകലരുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവം എന്റെ കണ്ണാരുടെ കയ്യിലില്ല, ആരുടെ മുമ്പിലില്ല, മകന്റെ മുമ്പിലില്ല. പക്ഷേ ഞാൻ അവനെ എപ്പോഴും കാണുന്നില്ല. പക്ഷേ എന്റെ ചിന്തക്കകത്ത് അവനുണ്ട്, എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവനുണ്ട്. എനിക്ക് ഉറപ്പാ, എന്റെ മകൻ എന്റെ ദൈവത്തിന്റെ ദൃഷ്ടി വലയത്തിനകത്ത്. എനിക്കൊരു കാര്യം ഉറപ്പ്, എന്റെ ദൈവം എനിക്ക് തന്നത് ദോഷമായിട്ട് മാറത്തില്ല, അത് നല്ലത്. ഇതാരെ കുറിച്ചാ? ഈ കുറവ് നമ്മൾ പറയുന്ന മനുഷ്യരല്ലേ? അല്ലെ? മനുഷ്യരല്ലേ എപ്പോഴും കുറവ് കണ്ടുപിടിക്കാൻ നടക്കുന്നത്? കുറവില്ലാത്ത മനുഷ്യരിൽ എല്ലാവർക്കും കുറവുണ്ട്. ആമേൻ. തെറ്റുകളുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കഥ ഞാനിവിടെ പറഞ്ഞോ അല്ലേ? പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീന് കണക്ക് പഠിപ്പിക്കാൻ തുടങ്ങി ക്ലാസ്. അദ്ദേഹം 9ന്റെ എഞ്ച് വഴി പഠിപ്പിച്ചു. 9 വരെയും കറക്റ്റാ പറഞ്ഞു. 9x9 വരെ കറക്റ്റായിട്ട് എഴുതി. പക്ഷെ 10ാമത്തെ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു 9x10 91 എന്ന് എഴുതി. ക്ലാസ്സിൽ കുട്ടികളെല്ലാം കൂടെ ചിരിക്കാൻ തുടങ്ങി. ആൽബർട്ട് ഐൻസ്റ്റീനെ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി, നിന്ദിക്കാൻ തുടങ്ങി. അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 9 എണ്ണം ശരിയായിട്ട് ചെയ്തപ്പോൾ ഒരു നല്ല വാക്ക് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു, ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ? ഇല്ല. പക്ഷെ ഒരു തെറ്റെന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ പരിഹസിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്നെ നിന്ദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയനെ, എന്റെ എല്ലാ കുറവുകളോടും എന്നെ മാറോട് ചേർത്ത ഒരു സ്നേഹമുണ്ട്. അതിന്റെ പേര് മഹത്തായ സ്നേഹം. മഹത്തായ സ്നേഹം. കുറവുണ്ടായിരുന്നിട്ടും ചേർത്ത് പിടിക്കാൻ കാണിച്ചൊരു സ്നേഹം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, കുറവോടുകൂടി എന്നെ ചേർത്ത് പിടിക്കുവാൻ ആ ദൈവത്തിന്റെ കരം നീട്ടപ്പെട്ടപ്പോൾ പിന്നെ ആ കുറവിലോട്ട് പോകാൻ എന്നെ ആ സ്നേഹം അനുവദിച്ചില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിനകത്തിരിക്കുന്നവരോട് പറയട്ടെ, ഇതിനകത്ത് കുറവില്ലാത്തവരില്ല, തെറ്റ് സംഭവിക്കാത്തവരില്ല. പക്ഷേ നിന്നെ തെറ്റോടുകൂടെ ചേർത്ത് പിടിക്കാൻ കാണിച്ച ഒരു സ്നേഹമുണ്ട്. അപ്പന് ചെയ്യാൻ പറ്റാത്തത്, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത്, സഹോദരങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്റെ ദൈവം ചെയ്തു. ബൈബിൾ എഴുതി വെച്ചു, നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ അകൃത്യം നിമിത്തം അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, അവന്റെ ശരീരം തകർക്കപ്പെട്ടു. ആമേൻ. പക്ഷെ ആ കുറവോടുകൂടെ, ആ തെറ്റോടുകൂടെ എന്നെ മാറോട് ചേർത്ത് പിടിക്കുവാൻ കാണിച്ച ആ സ്നേഹം പിന്നെ എന്നെ ആ തെറ്റിലോട്ട് വിട്ടില്ല. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ദൈവത്തിന് അറിയാം ഇവൻ നല്ലതെന്നാണ്. ഫലം കായ്ക്കാത്ത അത്തിയെ നോക്കി ശിഷ്യന്മാർ ചോദിച്ചു, ഇതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞാലോ? കർത്താവ് പറഞ്ഞു, നോ, 1 വർഷം കൂടെ നിൽക്കട്ടെ,
നമുക്ക് നോക്കാം ഫലം പുറപ്പെടുവിക്കുമോ എന്ന്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല പ്രതീക്ഷയാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല പ്രതീക്ഷയാണ്. ആമേൻ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല പ്രതീക്ഷയാണ്. ആമേൻ. നിങ്ങളുടെ ഭാവി അവസാനിച്ചിട്ടില്ല, നിങ്ങളുടെ വളർച്ച അവസാനിച്ചിട്ടില്ല, നിങ്ങളുടെ ഉയർച്ച അവസാനിച്ചിട്ടില്ല. ആമേൻ. ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എവിടെ അവസാനിച്ചു എന്ന് നീ ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് ദൈവം ആരംഭിക്കാൻ പോവുകയാ. ആമേൻ. വിശ്വസിക്കുവാൻ കഴിയുമോ പ്രിയരെ? ആമേൻ. നിങ്ങൾ എവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അവിടെ നിന്ന് ദൈവം ആരംഭിക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനമുണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വരുമാന മാർഗങ്ങളുണ്ടല്ലോ, സകലത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയുവാൻ പറ്റുമോ, കർത്താവേ ഇതെല്ലാം നിന്റെ കരങ്ങളിൽ ഇരിക്കട്ടെ. നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, പിന്നെയാണോ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നത്? നമ്മെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പിന്നെ എങ്ങനെ നമുക്കുള്ളതിനെ വിട്ടുകൊടുക്കാൻ പറ്റും? ആദ്യം നാം നമ്മെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ഞാൻ എന്നെ വിട്ടുകൊടുക്കാതെ ഒരിക്കലും എന്നിലുള്ളതിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ആമേൻ. എനിക്കുള്ളതിനെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ആമേൻ. അതുകൊണ്ട് യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പറഞ്ഞ, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. ഇവിടെ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്ന കാര്യം പ്രസംഗിച്ച സമയത്ത് അവൻ എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മ പറയുകയായിരുന്നു, പഴയ നിയമത്തിനകത്ത് അവൻ ദൈവത്തിന്റെ ഭക്തനായ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. പക്ഷേ അവൻ പുതിയ നിയമത്തിനകത്ത് ക്രിസ്തു തന്റെ പിതാവായ ദൈവത്തോടൊപ്പം വസിച്ചു. ഇന്ന് പകൽക്കാല പ്രിയരെ, നടക്കുന്നതിനല്ല, അവന്റെ കൂടെ വസിക്കുന്നതിന്, അവന്റെ കൂടെ നടക്കുന്നതിന് മാത്രമല്ല, അവന്റെ കൂടെ വസിക്കുന്നതിന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ പറ്റും? ഞാൻ എന്റെ പിതാവായ ദൈവത്തിന്റെ കൂടെ, പുത്രനായ ക്രിസ്തുവിന്റെ കൂടെ വസിക്കുന്നു. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരം. അടുത്ത് പറയുക, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. നീ തെരഞ്ഞെടുക്കുന്ന വഴിയല്ല എന്റെ വഴി. എന്റെ വഴിക്കകത്ത് ചിലപ്പോൾ ചെങ്കടൽ കാണും, എന്റെ വഴിക്കകത്ത് ചിലപ്പോൾ മാറാ കാണും, എന്റെ വഴിക്കകത്ത് ചിലപ്പോൾ യെരിഹോ കാണും, എന്റെ വഴിക്കകത്ത് ചിലപ്പോൾ യോർദാൻ കാണും. പക്ഷേ ഇതൊന്നും നിങ്ങൾ നശിപ്പിക്കത്തില്ല. ഇതെല്ലാം നിനക്ക് അത്ഭുതമായിട്ട് മാറുകയാണ്. കാരണം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 95-ാം വാക്യത്തിൽ പറയുക, യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. How great are your doings. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. കാരണം ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് പരിമിതികളുണ്ട്, പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക്, ഒരു മനുഷ്യന് എന്നെ എത്തിക്കുവാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്, നിന്നെ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കൈക്കീഴിൽ ഒന്ന് താണിരുന്ന് നോക്കിക്കേ. ഇവിടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ആശ്രയം സുനിൽ പാസ്റ്ററിലായി പോകരുത്, നിങ്ങളുടെ ആശ്രയം സാം പാസ്റ്ററിലായി പോകരുത്. ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഉയർത്തുന്നതിന് പരിമിതികളുണ്ട്. ഞങ്ങൾക്കൊക്കെ നിങ്ങളെ വളർത്തുന്നതിന് പരിമിതികളുണ്ട്. നിങ്ങളെ വളർത്തുന്നത് പാസ്റ്ററുടെ വളർച്ചയല്ല, നിങ്ങളെ വളർത്തുന്നത് നിങ്ങളുടെ മേലുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ മേലുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ വർദ്ധിക്കണമെങ്കിൽ അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഭയങ്കരമാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലേറെ എന്റെ ദൈവത്തിന് ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. കാരണം ബൈബിൾ പറയുന്നുണ്ട്, ആമേൻ, ഞാൻ എന്റെ കൂടെ ദൈവവേലയ്ക്ക് നിൽക്കുന്നവരോട് പറയുന്ന ഒരു പദമാണ്, എനിക്ക് തരാൻ കഴിയുന്നത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ്. എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരംശം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരുവാൻ കഴിയത്തുള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ദൈവം വേല ചെയ്യുന്നവന് കൂലി കൊടുക്കുമെന്ന യഥാർത്ഥ യജമാനന്റെ കൈക്കീഴിൽ നിങ്ങളൊന്ന് താണിരുന്ന് നോക്കിക്കേ പ്രിയരെ. ദൈവത്തിന്റെ ആ വിചാരങ്ങളെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിഞ്ഞു പോയാൽ ഈ കരം ഉയർത്തുന്നതിനേക്കാളും മോശയുടെ കൈ ഉയർത്തിരിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ യേശുവിന്റെ കൈ ഇന്ന് വരെ താണിട്ടില്ല. അവന്റെ കൈ താഴരുതെന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യർ എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ,
6 ഇഞ്ച് വലിപ്പമുള്ള ആണി കൊണ്ട് അവന്റെ 2 കൈകളും മരക്കുരിശിൽ ചേർത്തടിച്ചു വെച്ചിരിക്കുകയാണ്. ആ കൈ താണുപോകാതിരിക്കാൻ കാരണം മനുഷ്യർക്കറിയാം, ലോകത്തിനറിയാം, ആ കൈ ഒന്ന് താഴോട്ട് പോയാൽ നീ തോറ്റുപോകുമെന്ന്. അവൻ കാലിൽ ഞാനും നിങ്ങളും തോറ്റുപോകാത്തതിന്റെ ഏക കാര്യം ആ കാലിന് മാണികൾ അവന്റെ കയ്യിൽ തറയ്ക്കപ്പെട്ടു. അവൻ നിഷേധിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റൊരുവനെ ഉയർത്തുവാൻ അറിയത്തില്ല. അവന്റെ ക്രൂശിലെ മരണം നിങ്ങൾക്ക് വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. അവന്റെ കൈ ഉയർന്നിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ താണു പോകത്തില്ല പ്രിയരെ. ആമേൻ. യാക്കോബിനോട് പറഞ്ഞതുപോലെ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസർ. അതേ യാക്കോബിന് ദൈവം വാഗ്ദത്തം ചെയ്തു, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ ഹോൾഡ് ചെയ്തു കൊള്ളാം. ഞാൻ എത്ര ദിവസം ജിബിനെ ഹോൾഡ് ചെയ്യും? ഞാൻ എത്ര ദിവസം പ്രവീണിനെ ഹോൾഡ് ചെയ്യും? ഞാൻ എത്ര ദിവസം ഹണിയെ ഹോൾഡ് ചെയ്യും? എനിക്ക് പരിമിതിയുണ്ട്. പക്ഷേ പരിമിതികൾക്കപ്പുറം ഇവരെ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇവർ സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇവരുടെ ചിന്തകൾ ദൈവത്തിന്റെ ചിന്തകളിലോട്ട് കയറണം. ഇവരുടെ വഴികൾ ദൈവത്തിന്റെ വഴികളായിട്ട് മാറണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിചാരങ്ങളുമായിട്ട് ഇവരുടെ വിചാരങ്ങൾ കണക്ട് ചെയ്യണം. ഇവരുടെ വഴികളെ വിട്ടിട്ട് ഇവർ ദൈവത്തിന്റെ വഴികളിലോട്ട് കയറണം. ദൈവത്തിന്റെ പ്രവൃത്തി ഭയങ്കരം, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, ഒന്നുമില്ലാത്ത മനുഷ്യനെ ആമേൻ എന്തൊക്കെയോ ആക്കി തീർക്കുവാൻ കഴിയും. ദൈവത്തിന് കഴിയും. ആമേൻ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കൊള്ളും പ്രിയരെ, മീൻപിടുത്തക്കാരനായ ഒരു ശീമോനെ പിടിച്ച് 1ാമത്തെ അപ്പോസ്തലനാക്കി, ആമേൻ, എപ്പിസ്കോപ്പലിന്റെ വാക്ക് കടമെടുത്താൽ 1ാമത്തെ മാർപ്പാപ്പയാക്കി തീർക്കുവാൻ ഈ യേശുവിന് കഴിഞ്ഞു എങ്കിൽ, ഈ നാമത്തിന് കഴിഞ്ഞു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ വിദ്യാഭ്യാസം എന്റെ കർത്താവിന് വേണ്ട, നിന്റെ സമ്പത്ത് എന്റെ കർത്താവിന് വേണ്ട, നിന്റെ കുടുംബ മഹിമ എന്റെ കർത്താവിന് വേണ്ട, നിന്റെ വിശ്വാസ പാരമ്പര്യം എന്റെ കർത്താവിന് വേണ്ട. നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് നിന്നെ ഉരുവാക്കുന്നതിന് മുൻപ് നിന്നെ കുറിച്ചൊരു വിചാരം ദൈവത്തിനുണ്ട്. നിങ്ങൾ എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എന്നെ കുറിച്ചുള്ള എന്റെ ചിന്തയെ, നിന്റെ ചിന്തയെ എന്നോടൊന്ന് പറയണമെന്ന് അങ്ങനെ ദൈവത്തോട് ചോദിച്ചറിഞ്ഞ എത്ര പേര് ഇതിനകത്തിട്ടുണ്ട്? എന്റെ ഒരു ചെറിയൊരു അറിവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചറിഞ്ഞവർ. ആമേൻ. കാരണം ബൈബിൾ പറയുന്നു, ദൈവത്തിലുള്ളതിനെ ആരാഞ്ഞറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളെ പകരപ്പെട്ടിരിക്കുക. ആരിലുള്ളതിനെ ചോദിച്ചറിയാൻ. അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആരിലുണ്ട്? ദൈവത്തിലുണ്ട്. എന്താ നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞത്? ഒരാൾക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് കൈപൊക്കി ഒരാൾ പറഞ്ഞു. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ മേലുള്ള പദ്ധതികളുണ്ട്. പറഞ്ഞതുപോലെ അത് നമുക്ക് അറിയണമെങ്കിൽ ശരിക്കും അത് ദൈവത്തിൽ നിന്ന് മാത്രം നമുക്ക് കൈമാറി കിട്ടുമല്ലോ. ആ ഒരു സ്റ്റേജിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു വിശുദ്ധമാകുന്ന ജീവിതാനുഭവ ആ സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് തോന്നും എന്താണ് നമുക്ക് മുൻപോട്ട് പോകാനുള്ള പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ദൈവം നമ്മൾ കൂടെ ഇവിടെ ചെയ്യാനിരിക്കുന്ന കാര്യം എന്താണ്, അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും. അങ്ങനെ എനിക്ക് ദൈവം ഒരു ഡ്രീം തന്നിട്ടുണ്ട്. അതിനെനിക്ക് ഫിലപ്പ് ചെയ്യണം. അതായത് പേഴ്സണലാണ്. ആ ഒരു ദൗത്യത്തെ ചെയ്യണം. എനിക്ക് ഉറയിൽ കിടക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രീം ദൈവം തരുവാൻ ഇടയായിത്തീരുന്നു. ഒരു ദേശത്ത് കടന്നു പോകുന്ന സമയത്ത് ആ ദേശത്ത് വലിയൊരു നിലവിളി ഞാൻ കേൾക്കാൻ ഇടയായിത്തീരുന്നു. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല. ദൈവം എന്നെ അതിൻ്റെ നടുവിലേക്ക് കൊണ്ടുപോവുകയും അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം ദൈവാത്മാവിനെ കാണിക്കുവാൻ ഇടയായിത്തീരുന്നു. ഇന്നും ഞാൻ അതിൽ വിശ്വസിച്ചു കൊണ്ടാണ് മുമ്പോട്ട് ഞാൻ ഓടുന്നതും അത് കണ്ടുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന് എന്നെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഇത്രയും മഹത്വകരമായ
സുവിശേഷം എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. എന്ത് കണ്ടിട്ടാണ്? അല്ലെ, എന്ത് കണ്ടിട്ടാണ്? കാരണം പൗലോസിന് അത്ഭുതമാണ്. കാരണം ഇത്രയും പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിട്ടിട്ടും, കാരാഗ്രഹവാസത്തിനകത്തേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടും, ശരീരം മുഴുവനും കല്ലേറ് കൊണ്ടും ചാട്ടവാറടി കൊണ്ടും കമ്പടി കൊണ്ടും ആമേൻ തകർക്കപ്പെട്ടിട്ടും ഈ സുവിശേഷം വിട്ട് വാങ്ങിപ്പോകാത്തതിന്റെ റീസൺ കർത്താവ് ചോദിക്കുക, എന്താ റീസൺ? നീ എന്നിൽ കണ്ട യോഗ്യത എന്താ? പൗലോസ് തിരിച്ചറിഞ്ഞത് എപ്പോഴെന്ന് അറിയാമോ? തന്റെ മരണസമയത്താണ്. തന്റെ അവസാനത്തെ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, തിമോഥെയോസേ, എന്നിൽ അവർ കണ്ടത് വിശ്വസ്തത മാത്രം. വിശ്വസ്തത മാത്രം. എന്നൊരു കാര്യം പറയട്ടെ, ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എന്ത് കണ്ടിട്ടാ നീ എന്നെ വിളിച്ചത്? എന്തിലേക്കാണ് വിളിച്ചത്? അബ്രഹാം ചോദിച്ചോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോക. ഇന്ന് നമ്മുടെ പലരുടെ സ്വപ്നം എന്താ? നമ്മുടെ പലരുടെ സ്വപ്നം അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, അവിടെ പോകണം, ഇവിടെ പോകണം. ഇതൊക്കെയല്ലേ നമ്മുടെ പലരുടെയും സ്വപ്നങ്ങൾ? എനിക്ക് അവിടെ പോയി സുവിശേഷം പറയണം, എനിക്ക് ഇവിടെ പോയി സുവിശേഷം പറയണം, എനിക്ക് അവിടെ പോയി സുവിശേഷം പറയണം. ഇതൊന്നും അല്ല ദൈവത്തിന്റെ പദ്ധതി. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന പ്രോത്സാഹന സമ്മാനങ്ങളാണ്. ദൈവത്തിന് ആഗ്രഹം നീ ദുബായിൽ ചെന്ന് പ്രസംഗിക്കണമെന്നോ, നീ അമേരിക്കയിൽ ചെന്ന് പ്രസംഗിക്കണമെന്നോ, ഇതൊന്നുമല്ല ദൈവം സുനിൽ എന്ന വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചത്. ദൈവം അന്നും ഇന്നും എന്നോട് സംസാരിച്ച ഒറ്റ റീസൺ, സ്വപ്നം ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ദൈവം എന്നിൽ കണ്ട പദ്ധതി എന്തെന്നറിയാമോ? ഒറ്റ വാക്കിൽ ഞാൻ പറയാം, വിശ്വസ്തത. ദൈവം എന്നിൽ നിന്ന് വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആമേൻ. ദൈവം എന്നിൽ നിന്ന് വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പൗലോസ് പറഞ്ഞ പദമാണ്, അവൻ എന്നിൽ നിന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ അവൻ എന്നിൽ ഒരു വിശ്വസ്തത കണ്ടു. ആ വിശ്വസ്തതയെ, ദൈവം എന്നിൽ കണ്ട വിശ്വസ്തതയെ കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ കാരാഗ്രഹം അനുഭവിച്ചു, ഞാൻ ചാട്ടവാറടി അനുഭവിച്ചു, ഞാൻ കോലടി അനുഭവിച്ചു, ഞാൻ കല്ലേറ് അനുഭവിച്ചു, ഞാൻ നിന്ന് അനുഭവിച്ചു, ഞാൻ അപമാനം സഹിച്ചു. അതുകൊണ്ട് ആ ഉറപ്പിലെ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്, തിമോഥെയോസേ, നീ കർത്താവിന്റെ നാമം മുഖാന്തരം എന്തെങ്കിലും കഷ്ടത സഹിക്കേണ്ടി വന്നാൽ അവൻ നിന്റെ മേൽ അവൻ വന്ന് വാഴ്ച നടത്തുന്ന ഒരു ദിവസം വരും. പക്ഷെ എന്ത് നഷ്ടപ്പെടുത്തരുത്? നിന്നിൽ കണ്ട വിശ്വസ്തത നഷ്ടപ്പെടുത്തരുത്. ആമേൻ. ഹല്ലേലൂയ. റോബർട്ട് ബ്രൂസ് പറഞ്ഞതുപോലെ 16 വർഷം ആമേൻ ഹല്ലേലൂയ ദൈവദാസന്മാരുടെ ആമേൻ ഷൂസ് പോളിഷ് ചെയ്യുവാനാണ് ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ നീ അവിടെ വിശ്വസ്തനായിരിക്കുക. ആമേൻ. ഒരു സമയത്ത് എനിക്ക് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം പ്രവചനങ്ങളിൽ കൂടി സ്വപ്നങ്ങൾ ഇങ്ങനെ എന്റെ അകത്തോട്ട് എത്തിയിരിക്കുകയായിരുന്നു. നീ അവിടെ പോകും, ഇവിടെ പോകും, ആമേൻ ഹല്ലേലൂയ. പക്ഷെ ആ സമയത്ത്, ആ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന സമയത്ത് എനിക്ക് വഴികളൊന്നും തുറന്നില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ, നാളുകൾ ചെന്നപ്പോൾ ഞാൻ ഞെരുങ്ങുവാൻ തുടങ്ങി, ഞാൻ വല്ലാതെ ആമേൻ വീർപ്പുമുട്ടുവാൻ തുടങ്ങി. ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ സാക്ഷാൽ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, നീ എന്നെ എന്തിനാ വിളിച്ചത്? കർത്താവിന് ആവശ്യം കൽപ്പാത്രത്തിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറയുമ്പോൾ മറുചോദ്യം ചോദിക്കാതെ വെള്ളം കോരി നിറയ്ക്കുന്ന ശുശ്രൂഷക്കാരെയാണ്. വെള്ളം കോരി കൊടുക്കാൻ പറയുമ്പോൾ അത് പച്ചവെള്ളമാണോ എന്ന് ചോദിക്കാതെ ആമേൻ ഹല്ലേലൂയ കൊടുക്കാൻ തയ്യാറാകുന്നവരെയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ പ്രസംഗകനെയല്ല, ഒരു വലിയ അത്ഭുതം ചെയ്തവനല്ല. ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആമേൻ ഒരു വിശ്വസ്തതയാണ്. ആമേൻ. ഈ വിളി കേൾക്കണമെങ്കിൽ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. ആമേൻ. എന്റെ വിശ്വസ്തനായ ദാസനെ എന്നൊരു പേർ വിളി കേൾക്കണമെങ്കിൽ പ്രിയരെ, നിങ്ങൾ കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നതോ മുടന്തര നടത്തുന്നതോ ഇതൊന്നും ദൈവം മാർക്കിടുന്നില്ല. കർത്താവ് പറയുക, അവൻ ന്യായവിധിയുടെ സമയത്ത് കുഞ്ഞാടുകളെ കോലാടുകളെ വേദനിക്കുന്നത് പോലെ വേദനിക്കുന്ന സമയത്ത് നീ എത്ര പേരെ സ്നാനപ്പെടുത്തിയെന്ന് ഞാൻ ചോദിക്കത്തില്ല, നീ എത്ര സഭ സ്ഥാപിച്ചത് ഞാൻ ചോദിക്കത്തില്ല, നീ എത്ര പേരെ സൗഖ്യമാക്കിയെന്ന് ചോദിക്കത്തില്ല. നിന്നെ ഏൽപ്പിച്ച ഇടത്ത്
നിന്നെ നിർത്തിയ ഇടത്ത് നിനക്ക് വിശ്വസ്തനായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം പ്രിയരെ, ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പനും അമ്മയ്ക്കും മുൻപിൽ നമുക്ക് വിശ്വസ്തയോടെ മക്കൾക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പന്റെ അമ്മയുടെ വിചാരങ്ങൾക്ക് അനുസരിച്ച് മക്കൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ വിശ്വസ്തയായി ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മുൻപിൽ വിശ്വസ്തയായി ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെ പ്രിയരെ, മരണം വേർപിരിക്കുന്നത് വരെ നമ്മൾ വേർപിരിയില്ല, നമ്മൾ ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് കുടുംബജീവിതം ആരംഭിക്കുന്ന ഭാര്യയും ഭർത്താവും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകളിൽ നിന്റെ ഭർത്താവിന് കൊടുക്കേണ്ട സ്നേഹത്തിനകത്ത്, നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹത്തിനകത്ത് അവിശ്വസ്തത വെളിപ്പെടുത്തി മറ്റൊരു പുരുഷനെയോ മറ്റൊരു സ്ത്രീയെയോ നിന്റെ ഹൃദയത്തിനകത്ത് നീ ഇരുത്തിയിട്ടുണ്ടോ? ദൈവത്തിന് ആവശ്യം നിന്റെ പുറമെയുള്ള ഭർത്താവ് എന്ന പദത്തിന്റെ അഭിനയമല്ല, ഭാര്യ എന്നുള്ള പദത്തിന്റെ അഭിനയമല്ല. കർത്താവിന് ആവശ്യം വിശ്വസ്തതയാണ്. ഭാര്യയ്ക്ക് ഭർത്താവ് വിശ്വസ്തനായിരിക്കണം, ഭർത്താവിന് ഭാര്യ വിശ്വസ്തയായിരിക്കണം, അപ്പനും അമ്മയ്ക്ക് മക്കൾ വിശ്വസ്തയായിരിക്കണം. എന്ത് ധൈര്യത്തിലാണ് രാവിലെ നിങ്ങളെ സ്കൂളിൽ വിടുന്നത്? എന്ത് ധൈര്യത്തിലാണ് രാവിലെ നിങ്ങളെ കോളേജിൽ വിടുന്നത്? അപ്പനും അമ്മയും നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വസ്തത പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? അതിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനല്ല. എന്റെ അപ്പനും അമ്മയും എന്നിൽ അർപ്പിച്ച വിശ്വസ്തതയ്ക്ക് കൂട്ടുനിൽക്കാൻ പറ്റാതെ ഉള്ള പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നിട്ടും ദൈവം എന്നിൽ ഒരു വിശ്വസ്തത കണ്ടു. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പലരുടെയും മുൻപിൽ ഈ ലോകത്തിൽ നമ്മൾ അവിശ്വസ്തരായി തീർന്നിട്ടും ദൈവം നമ്മിൽ ഒരു വിശ്വസ്തത കണ്ടു. അതാ ദൈവത്തിന്റെ കൃപ. പല സ്ഥലത്തും നമ്മൾ അവിശ്വസ്തരായി മാറിയിട്ടു ദൈവം നമ്മിൽ ഒരു വിശ്വസ്തത കണ്ടു. ഇത്രയും മഹത്വകരമായ സുവിശേഷം എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ പ്രിയരെ, ഞാനത് ചെയ്യുമെന്നൊരു ഉറപ്പ് ദൈവത്തിനുണ്ട്. നിന്നെ നിർത്തുന്ന ഇടത്ത് നീ വിശ്വസ്തനായിട്ട് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് ദൈവത്തിനുണ്ട്. നിന്റെ കരങ്ങളിൽ ഈ നാമത്തെ ഒന്ന് ഏൽപ്പിച്ചാൽ അവിടെയൊക്കെ എന്റെ നാമത്തെ നീ മഹത്വപ്പെടുത്തുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. ഈ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ നീ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അവൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ കൈമാറുകയാ. അവൻ ദൈവത്തിന് ആവശ്യം എന്റെ ഈ ശബ്ദമല്ല, ദൈവത്തിന് ആവശ്യം എന്നിലുള്ള വിശ്വസ്തതയാ. 40 വർഷം മരുഭൂമിക്കകത്ത് താമസിക്കേണ്ടി വന്നിട്ടും മോശ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയില്ല. 13 വർഷം കഷ്ടതയുടെ തീച്ചൂടയിൽ കൂടെ കടന്നുപോയിട്ടും യോസഫ് വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയില്ല. അപ്പനെ അപ്പാന്ന് പേർ വിളിക്കുവാൻ അവസരമുണ്ടായിരുന്നിട്ടും അവസരം കിട്ടാതെ വന്നപ്പോഴും, ജ്യേഷ്ഠന്മാരോടൊപ്പം സൈന്യത്തിൽ ചേരാൻ പറ്റാതെ കാട്ടിൽ ആട് വയ്ക്കാൻ പോയപ്പോഴും ദാവീദ് വിശ്വസ്തത നഷ്ടപ്പെടുത്തിയില്ല. വിശ്വസ്തത നഷ്ടപ്പെടുത്താതെ വിശ്വസ്തതയ്ക്കകത്ത് നിന്നപ്പോൾ കാട്ടിൽ ആട് വെച്ചുകൊണ്ട് നടന്നവനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തവനാ ദൈവം. വിശ്വസ്തത നഷ്ടപ്പെടുത്താതെ ഇരുന്നപ്പോൾ 13 വർഷമായി കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്ന യോസഫിനെ പുറത്തു കൊണ്ടുവന്ന് മിസ്രയീമിന്റെ സർവ്വ സൈന്യാധിപനാക്കിയവനായി ദൈവം. എന്റെ ദൈവത്തിന് ആവശ്യം വിശ്വസ്തനായ, ഇന്ന് പകലിൽ ഉറപ്പോടെ പറയുവാൻ പറ്റുമോ? വിശ്വസ്തനായി നിൻ വേല ചെയ്യുവാൻ, നിൻ വായാലിൽ നിന്നാൽ അധ്വാനിച്ചിടാം. വിശ്വസ്തനായി നിൻ വേല ചെയ്യുവാൻ, നിൻ വായാലിൽ നിന്നാൽ അധ്വാനിച്ചിടാം. നീ എന്നെ വിളിച്ചു, ഞാൻ നിൻ വിളി കേട്ടു. നീ എന്നെ വിളിച്ചു, ഞാൻ നിൻ വിളി കേട്ടു. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ വേറൊന്നും വേണ്ടപ്പാ. നിൻ കൃപയല്ലാതെ
ശക്തിയല്ലാതെ നിൻ കൃപയല്ലാതെ നിൻ ശക്തിയല്ലാതെ നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, 40 വർഷം ഇത്രയും ആടുകളെ മേച്ചുകൊണ്ട് മോശ മരുഭൂമിക്കകത്ത് വസിക്കുമ്പോൾ മോശയുടെ മുൻപിൽ ഒരു മുൾപ്പടം ഉണ്ട്. എത്ര വർഷമായെന്നറിയാമോ ഈ മുൾപ്പടത്തിനെ കാണാൻ തുടങ്ങിയിട്ട്? 40 വർഷമായിട്ട് ഈ മുൾപ്പടത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മോശ ചിന്തിച്ചില്ല ഈ മുൾപ്പടം ഒരു ദിവസം ജ്വലിക്കുമെന്ന്. ഇന്ന് പകൽക്കാല പ്രതീക്ഷ അറ്റുപോയ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെപ്പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് നിന്നെ ജ്വലിപ്പിക്കുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. നീ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. അവൻ തള്ളിക്കളഞ്ഞ ചിലതിനെ ജ്വലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. അവൻ 40 വർഷമായിട്ട് അവൻ മുൻപിൽ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഉൾപ്പടത്ത് ഒരു ദിവസം മോശയുടെ കണ്ണിൽ തീ കത്തുന്നത് പോലെ വെളിപ്പെട്ടു എങ്കിൽ ഇന്ന് നിന്റെ വേദനയാകുന്ന ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ ശോഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുകയാ, നിന്റെ കണ്ണുനീര് നിന്റെ സന്തോഷമായി മാറാൻ പോകുകയാ. നിന്റെ ദുഃഖം നിന്റെ സന്തോഷമായി മാറാൻ പോകുകയാ. നിന്റെ നിരാശ നിന്റെ പ്രത്യാശയായി മാറാൻ പോകുകയാ. അവൻ നീ ആകുലപ്പെട്ട വിഷയത്തിന്റെ ദൈവം നിന്നെ ആത്മാവിനെ അയക്കാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയത്, എത്ര വലിയത്. ഒരു സമയത്ത് എന്റെ പിതാവ് എനിക്ക് തന്ന വില ഒരു ഓടക്കകത്തിട്ട് മണ്ണിട്ട് മൂടുന്ന വിലയെ എനിക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ അവൻ ഹല്ലേലൂയ ജനിപ്പിച്ച സ്വന്തം അപ്പന്റെ കണ്ണുകളിൽ പോലും അവൻ ഒരു ഓടക്കകത്ത് മണ്ണിട്ട് മൂടുവാൻ തക്കവണ്ണം വിലയെ കണ്ടു എങ്കിൽ അതേ അപ്പന്റെ മുൻപിൽ അവൻ ഹല്ലേലൂയ ഈ മകനെ ദൈവം ശോഭിപ്പിച്ചു എങ്കിൽ എനിക്ക് ഉറപ്പോടെ ഇതിനകത്തിരിക്കുന്നവരെ നോക്കി പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് പറയുവാൻ പറ്റും, നിന്റെ തലമുറയെ ശോഭിപ്പിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും ഇസ്രായേൽ ജനം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് വേദനയോടുകൂടെ യെഹെസ്കേൽ പ്രവാചകനിൽ കൂടി ദൈവം പറഞ്ഞൊരു പദമുണ്ടെന്നറിയാമോ? യെഹെസ്കേൽ 18:29. എന്നാൽ ഇസ്രായേൽ ഗൃഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ആമേൻ. ഇത് നോക്കിക്കൊള്ളണം. മിസ്രയീമിന്റെ അടിമത്വത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിൽ കൂടി വഴി നടത്തി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടെത്തിച്ച് ഇവർക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത ജീവിതത്തിന്റെ മാർഗങ്ങൾ തുറന്നു കൊടുത്ത് ജീവിതത്തിന്റെ വഴികൾ തുറന്നു കൊടുത്തപ്പോൾ അതേ ഇസ്രായേൽ ജനം പറയുക, ഈ വഴി കൊള്ളത്തില്ല എന്ന്, ഈ വഴി കൊള്ളത്തില്ല എന്ന്. ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, ഇത്രയും നല്ലൊരു വഴി ഈ ലോകത്തിൽ വേറെ ഇല്ല. ഇത്രയും നല്ലൊരു വഴി ഈ ലോകത്തിൽ വേറെ ഇല്ല പ്രിയരെ. അവൻ നിന്നെ പണിതെടുക്കുവാൻ കഴിയുന്ന ഇതുപോലെ നല്ലൊരു വഴി വേറെ ഇല്ല. ഇസ്രായേൽ ജനം പറയുകയാണ്, കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല. എന്നാൽ ദൈവം തിരിച്ചു ചോദിക്കുകയാണ്, ഇസ്രായേൽ ഗ്രഹമേ, എന്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നടക്കുന്ന വഴികൾ നല്ലതല്ല എന്ന് നിങ്ങൾ ആരും സമ്മതിച്ചു കൊടുക്കത്തില്ല. നിങ്ങൾ നടക്കുന്ന വഴികൾ, നിങ്ങൾ പറയും, ഞാൻ നടക്കുന്ന വഴിയാ ശരി, ഞാൻ നടക്കുന്ന വഴിയാ ശരി, ഞാൻ തെരഞ്ഞെടുത്ത റൂട്ടാ ശരി, ഞാൻ പറയുന്ന കാര്യമാ ശരി. പക്ഷേ ദൈവം ചോദിക്കുകയാ, ഇസ്രായേൽ ഗ്രഹമേ, ദൈവത്തിന്റെ വീടേ, ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ വഴി ചൊവ്വുള്ളതല്ലല്ലോ. എന്റെ വഴിയല്ലേ ശരി? ഞാനൊരു വഴി നിങ്ങൾക്ക് വെച്ചു തന്നു. ആ വഴി മറ്റൊന്നല്ല, യേശു ക്രിസ്തുവാകുന്ന വഴി. ആ യേശു ക്രിസ്തുവാകുന്ന വഴി ജീവിതത്തിൽ ആർക്കൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും പ്രിയരെ? ഒന്ന് ഞാൻ പറയാം, ആമേൻ. ലോകത്തിൽ
കുറ്റവാളികളുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ലാതിരിക്കണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ വഴിയിൽ നീ നടക്കണം. മദ്യപിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ലാതിരിക്കണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കണം. നീ പുകവലിക്കുന്നവരുടെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്റെ പേരില്ലാതിരിക്കണമെങ്കിൽ നീ ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കണോ? ഉറപ്പുണ്ട് പ്രിയനെ, എന്റെ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്. ആമേൻ. നിങ്ങൾ സന്തോഷിക്കേണ്ടത് അവിടെ അത്ഭുതം നടന്നു, ഇവിടെ അത്ഭുതം നടന്നു, ഇതിനൊന്നിലും അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഒറ്റ റീസല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അതാ. ഞങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് സന്തോഷമാ. നാളെ നടക്കുവാൻ പോകുന്ന മരണത്തെ കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് ടെൻഷനില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ എവിടെയാ വസിക്കുന്നതെന്ന്. ആമേൻ. ചോദിക്കുക, നിങ്ങളുടെ വഴി ചൊവ്വുള്ളതാണോ? നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. നിങ്ങൾ നടക്കുന്ന വഴികൾ ശരിയുള്ളതാണോ? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയുള്ളതാണോ? ഇന്ന് പകൽക്കാലം ഇതൊരു തിരിച്ചുവരവിന്റെ പകൽക്കാലമാണ്. ഇതൊരു പുതുക്കി പടികളിന്റെ പകൽക്കാലമാണ്. ആമേൻ. ഹല്ലേലൂയ. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പൊളിഞ്ഞു പോയ പുരാതന ശൂന്യതകളെ പോലും ഈ ദൈവത്തിന് പണിതെടുക്കുവാൻ കഴിയും. ആമേൻ. ചില പുരാതന ശൂന്യതകളെ പണിയുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. എന്നാൽ ബൈബിൾ പറയുക, പൊളിഞ്ഞു കിടക്കുന്ന പുരാതന ശൂന്യതകളെ പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ തിരുമേശയുടെ മുമ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പണിത് പുറത്തു വരുന്ന പുതിയ പാത്രങ്ങളായിട്ട് നിങ്ങൾ മാറണം. ആമേൻ. ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുവാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഞാൻ നടക്കുന്ന വഴി ചൊവ്വുള്ളതാണോ? ഞാൻ നടക്കുന്ന വഴി ചൊവ്വുള്ളതാണോ? യേശു പറയുക, എന്റെ വഴി ചൊവ്വുള്ളതാ, എന്റെ വഴി ചൊവ്വുള്ളതാ. ആമേൻ. എന്റെ വഴിയാ ചൊവ്വുള്ളത്. നീ ആ വഴിയിലോട്ടൊന്ന് പ്രവേശിക്ക. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന്റെ വഴികളിലോട്ട് പ്രവേശിക്കണമെങ്കിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുക, സദൃശവാക്യം 8:32 പറയുക, ആകയാൽ എന്റെ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ, എന്റെ വഴികളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. നോക്കിക്കൊള്ളുന്ന പ്രിയരെ, ആമേൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടോ? ആകയാൽ എന്റെ മക്കളെ. ഇത്രയും സ്നേഹതുല്യമായ ഒരു വിളി. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയുക, ആമേൻ. മോളെ എന്നൊരു വിളി, മകനെ എന്നൊരു വിളി. ഇത് പഠിപ്പിച്ചിരുന്നത് വേദപുസ്തകമാണ്. ആമേൻ. ഈ ഒരു പദം നമുക്ക് കൈമാറിയത് വേദപുസ്തകമാണ്. ബൈബിൾ പോലെ പറയുന്നത്, നിങ്ങൾ പ്രിയ മക്കൾ എന്ന പോലെ ഈ ദൈവത്തെ അനുകരിക്കുക. ആമേൻ. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പേരിട്ടിട്ടുണ്ട്. ഈ പേര് കൂട്ടുകാർ വിളിച്ചോട്ടെ, സഹപാഠികൾ വിളിച്ചോട്ടെ, ബന്ധുക്കൾ വിളിച്ചോട്ടെ. പക്ഷേ ആമേൻ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുക, ഇത്രയും വർഷക്കാലമായിട്ട് എന്റെ അപ്പൻ ഇന്ന് വരെ എന്റെ പേര് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ആമേൻ. അതിന്റെ പവർ ഒന്ന് ഭയങ്കരമാണ്. മോനെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല, മകനെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല, ഇന്ന് വരെ സുനി ഇന്ന് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. അതുപോലെ ബൈബിൾ പറയുന്നത്, എന്റെ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ഇവിടെ ഇരിക്കുന്ന അപ്പനമ്മമാരോട് ഞാൻ പറയുക, നിന്റെ മക്കളെ ഇട്ടിരിക്കുന്ന പേര് ലോകത്തിൽ വിളിച്ചോട്ടെ. നിന്റെ വീട്ടിനകത്ത് നിന്റെ മക്കളെ നീ വിളിക്കേണ്ടത് പേര് പറഞ്ഞല്ല. നിന്റെ മക്കൾ നിന്റെ മാത്രം മക്കളാ, നിന്റെ മാത്രം മകനാ, നിന്റെ മാത്രം മകളാ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അങ്ങനെ ഒരു ബന്ധം നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. അയൽവാസിയും നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള ബന്ധം പോലെയല്ല. അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, കൂട്ടുകാരും തമ്മിലുള്ള ബന്ധം പോലെയല്ല. വീട്ടിനകത്തുള്ള ബന്ധം, അയൽവാസിയും തമ്മിലുള്ള ബന്ധം പോലെയല്ല. വീട്ടിനകത്തുള്ള ബന്ധം ആർക്കും പൊട്ടിക്കുവാൻ കഴിയാത്ത ഒരു ദൃഢമായ ബന്ധം വീട്ടിനകത്ത് ഉയർന്നു വരട്ടെ. അതുകൊണ്ട് ബൈബിൾ എഴുതി വെച്ചത്, യഹോവ വീട് പണിയാതിരുന്നാൽ അധ്വാനിക്കുന്ന ജനം വൃഥ അധ്വാനിക്കുകയാണ്. ഇന്ന് പകൽക്കാല പ്രിയരെ, നിങ്ങളൊക്കെ ചാടി മറിയിപ്പിച്ച് ഇതിനകത്ത് കുറെ പ്രവചനവും പ്രവചിപ്പിച്ചിട്ട് പോകുന്നതിനേക്കാളും ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്ന വാക്കുകളാ ശക്തമേറിയ പ്രവചനങ്ങൾ. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്തൊന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ പ്രിയരെ. നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് ദൃഢപ്പെടുത്തി നോക്കിക്കേ. നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വഴി എന്തെന്ന് നിങ്ങളത് തിരിച്ചു നോക്കിക്കേ പ്രിയരെ. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാ, ആകയാൽ എന്റെ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. എന്റെ വാക്ക് കേൾക്ക്. ഇന്ന് സുവിശേഷം പറയുന്ന ആർക്കും ഇഷ്ടമല്ല. നമ്മൾ അവരെ വിളിക്കാറുണ്ട് ഉപദേശിമാരുള്ളത് കൊണ്ട് പ്രിയരെ, നമ്മൾ
നമ്മൾ പലരും ഒക്കെ രക്ഷപ്പെട്ടത് ആമേൻ നമ്മൾ നിഷേധിച്ചിട്ടും നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി ചിലരൊക്കെ മാറിയിരുന്ന് കരഞ്ഞത് കൊണ്ടാ, മാറിയിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാ നാം ഒക്കെ ഇന്നും രക്ഷപ്പെട്ടത്. ആമേൻ ഹല്ലേലൂയ. നിന്ന ഈ പരിഹാസമൊക്കെ കേട്ടിട്ട് വഴിയരികിൽ നിന്നുകൊണ്ട് ട്രാക്ട് വിതരണം ചെയ്ത് ആൾക്കാരുടെ മർദ്ദനമേറ്റിട്ട് ആമേൻ ലജ്ജ കൂടാതെ സുവിശേഷം വിളിച്ചു പറയുവാൻ ഒരു തലമുറ എഴുന്നേറ്റതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്നിട്ട് പറയുക, എന്റെ വഴികളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വഴി ഏതൊന്നെന്ന് ചോദിച്ചറി, എന്നിട്ട് ദൈവത്തിന്റെ വഴിയിലോട്ടൊന്ന് കയറി നിന്ന് നോക്കിക്കേ. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം നിന്നെ എത്തിക്കുക. ആമേൻ. ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ. നമ്മൾ പ്രസംഗിക്കാനല്ല കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്, പാടുവാനല്ല കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ. നീ വിശ്വസ്തനായിട്ട് നിൽക്കണം. ഞാൻ എന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു പദമുണ്ട് പ്രിയരെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വരെ ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് അത് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ആ വിസ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ആ രാജ്യത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ മൺകൂടാരത്തിൽ നിന്ന് ജീവൻ പറന്നുയരുന്നത് വരെ ഈ മൺകൂടാരത്തിൽ വിശ്വസ്തനായി. ഹല്ലേലൂയ. ഒരു ഭാര്യയ്ക്ക് നല്ല വിശ്വസ്തനായ ഭർത്താവായി ജീവിക്കുന്നതിനേക്കാളും ഒരു ഭർത്താവിന് നല്ല വിശ്വസ്തയായ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാളും അപ്പനും അമ്മയ്ക്കും വിശ്വസ്തരായ നല്ല മക്കളായിട്ട് ജീവിക്കുന്നതിനേക്കാളും മക്കൾക്ക് നല്ല വിശ്വസ്തരായ മാതാപിതാക്കളായി ജീവിക്കുന്നതിനേക്കാളും സഹോദരങ്ങൾക്ക് വിശ്വസ്തരായ സഹോദരങ്ങളായി ജീവിക്കുന്നതിനേക്കാളും സുഹൃത്തുക്കൾക്ക് നല്ല വിശ്വസ്തരായ സുഹൃത്തുക്കളായി ജീവിക്കുന്നതിനേക്കാളും എന്താണ് പ്രിയരെ നമുക്കുള്ളത്? നിനക്ക് നല്ല സുഹൃത്തുക്കളുണ്ടോ? നീ അവിടെ വിശ്വസ്തരായിരിക്കും. സഹോദരങ്ങളുണ്ട്, വിശ്വസ്തരായിരിക്കും. ദാമ്പത്യ ജീവിതത്തിനകത്ത് വിശ്വസ്തരായിരിക്കും. സഭയ്ക്കകത്ത് വിശ്വസ്തനായിരിക്കും. നീ ജോലി ചെയ്യുന്ന ഇടത്ത് നീ വിശ്വസ്തനായിരിക്കും. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ നീ വിശ്വസ്തനായിരിക്കും. എങ്കിൽ നീ ദൈവത്തിൽ വിശ്വസ്തനായിരിക്കും. ഈ ലോകത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങൾക്കകത്ത് വിശ്വസ്തത പുലർത്താൻ കഴിയാത്തവർക്ക് ഒരിക്കലും ദൈവത്തിൽ വിശ്വസ്തനായിരിക്കാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ കടം മാറണമെന്നല്ല. വർഷങ്ങൾ പ്രിയരെ ഞാൻ ഉപവസിച്ച മനുഷ്യനെ കടം മാറാൻ വേണ്ടി. പക്ഷേ ഈ ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായിട്ട് രുചിച്ചറിഞ്ഞതിന് ശേഷം എന്റെ കടം മാറാൻ വേണ്ടി ഞാൻ ഉപവസിച്ചിട്ടില്ല. എന്റെ കടം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ആമേൻ. ഒറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് ഉപവസിക്കുന്നുള്ളൂ. ഒറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുള്ളൂ. കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വയലിനകത്ത് ഞാൻ വിശ്വസ്തനായിരിക്കണം. നീ എന്നെ എവിടെയാണ് നിർത്തുന്നത് അവിടെ വിശ്വസ്തനായിരിക്കണം. അവിടെ പ്രസംഗിക്കാൻ വേദി കിട്ടിയില്ലെങ്കിലും ശരി, പ്രസംഗിക്കാൻ മൈക്ക് തന്നില്ലെങ്കിലും ശരി, ആരും എന്നെ മാനിച്ചില്ലെങ്കിലും ശരി, എന്നെ വിളിച്ച ദൈവത്തിന്റെ മുൻപിൽ ആമേൻ ദൈവം പറയുക, യാക്കോബേ ഞാനാണ് നിന്നെ വീണ്ടെടുത്തത്. ബന്ധങ്ങൾ ഒരുപാട് ഈ ലോകത്തിൽ വരും. ബന്ധങ്ങൾ ഒരുപാട് നമുക്ക് ലോകത്തിൽ വരും. പക്ഷേ ഈ ബന്ധങ്ങൾക്കെല്ലാം ഏക റീസൺ യേശുവാണ്. ഈ വേര് വിട്ടിട്ട് നീ മറ്റു ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കരുത്. ഒരു പുതിയ ബന്ധം കിട്ടുമ്പോൾ യേശുവിനോടുള്ള ടൈം കുറച്ചിട്ട് ആ ബന്ധത്തോട് ചേരരുത്. യവനിന്റെയും കർത്താവിനോടൊപ്പം ആമേൻ അവന്റെ വഴികൾ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ഒന്ന് പറഞ്ഞത്, എന്റെ മക്കളെ എന്റെ വാക്ക് കേൾക്കുക. അടുത്ത് പറയുക 23-ാം അധ്യായം, സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുക, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. നോക്കിക്കേ, ഒന്നാമത് അവിടെ ഉപയോഗിച്ച പദം മക്കളെ, രണ്ടാമത് ഉപയോഗിച്ച പദം എന്റെ മകനെ. എന്നിട്ട് പറയുക, നിന്റെ ഹൃദയം എനിക്ക് തരിക. എനിക്ക് നിന്റെ പണമല്ല ആവശ്യം, എനിക്ക് നിന്റെ ശബ്ദമല്ല ആവശ്യം, ഇതൊക്കെ ദൈവത്തിന് ആവശ്യമാണ്. പക്ഷേ എനിക്ക് ആദ്യം നിന്റെ ഹൃദയം ആവശ്യം. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ദൈവം ഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ്. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ലോകത്തോട് വിളിച്ചു പറയുക, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക. എങ്കിൽ നിന്റെ കണ്ണിന് എന്റെ വഴികൾ ഇമ്പമുള്ളതായിരിക്കും. അവിടെ പട്ടിണി കിടക്കേണ്ടി വന്നാലും നീ പരാതി പറയത്തില്ല.
നിന്ന കേൾക്കേണ്ടി വന്നാലും നീ പരാതി പറയത്തില്ല. ഈ ബൈബിളും എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലരും പറയും, ഓ പെന്തക്കോസ്തുകാരൻ വന്നു. ചിലർക്ക് ഇതൊക്കെ അപമാനമാണ്. പക്ഷെ പ്രിയരെ, ആമേൻ, ഈ ബൈബിളും എടുത്തുകൊണ്ട് അപമാനത്തെ വകവയ്ക്കാതെ, ലജ്ജയെ വകവയ്ക്കാതെ, ആമേൻ, പെന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനല്ല, അഭിഷേകം പ്രാപിച്ചവനല്ല. നിന്നെ അവർ തമാശയ്ക്കൂടെയാണ് വിളിക്കുന്നതെങ്കിൽ, കളിയാക്കുന്നതെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ അഭിമാനത്തോടെ അത് ഏറ്റെടുക്കണം. നിന്നെ കാണുമ്പോഴേ ലോകം വിളിച്ചു പറയും, ഇതാ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ഇതാ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. നിന്റെ ഹൃദയം വിളിക്കുക എങ്കിൽ നിന്റെ വഴികൾ, എന്റെ വഴികൾ നിന്റെ കണ്ണിന് ഇമ്പമുള്ളതായിരിക്കും. നീ നോക്കുമ്പോൾ അവരൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ പ്രിയരെ, പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ആമേൻ, എനിക്കും ആ വഴി ഇമ്പമുള്ളതാ, പക്ഷേ എനിക്കതൊട്ട് പ്രയോജനമല്ല. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ, പ്രയോജനമില്ലാത്ത വഴികളെ ഉപേക്ഷിച്ചിട്ട്, പ്രയോജനമില്ലാത്ത പ്രവൃത്തികളെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് പ്രയോജനകരമായ വഴികളിലോട്ട് നിന്റെ കണ്ണ് മാറട്ടെ. ഇന്ന് പകൽ ദൈവം ചോദിക്കുകയാ, നിന്റെ ഹൃദയം എനിക്ക് തരുമോ? എത്ര പേർക്കൊന്നും ആ ഹൃദയത്തെ ഒന്ന് കൈമാറുവാൻ കഴിയും? കർത്താവിന് വേറെ ഒന്നും ആവശ്യമില്ല. ആലയത്തിന്റെ നടത്തിപ്പിന് ദശാംശം കൊടുക്കണം, ആലയത്തിന്റെ നടത്തിപ്പിന് സ്തോത്ര കാഴ്ച കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ദൈവത്തിന് ഇതൊന്നും, അതൊക്കെ ദൈവത്തിന്റെ ആലയത്തിനുള്ള കാര്യം. ദൈവത്തിന് ആവശ്യം നിന്റെ പണമല്ല, ദൈവത്തിന് ആവശ്യം നിന്റെ ഡിഗ്രിയുമല്ല, ദൈവത്തിന് ആവശ്യം നിന്റെ ഹൃദയം. നിങ്ങളുടെ പ്രശസ്തിയൊക്കെ ഈ ലോകത്തിൽ മതി, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രശസ്തി ഒന്നും വേണ്ട. ദൈവത്തിന് ആവശ്യം നിങ്ങളുടെ ഹൃദയമാണ്. ഇവിടെ ശലോമോൻ പറയുക, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരുമോ? എന്നാൽ എന്റെ വഴികൾ നിന്റെ കണ്ണിന് ഇമ്പമുള്ളതായിട്ട് മാറും. അതെ, നമുക്ക് നാണക്കേട് പോലെയാ, നമുക്ക് ആലയത്തിൽ ചെന്നിരുന്ന് മെസ്സേജ് കേൾക്കുന്നത് എന്തോ ഒരു കുറവ് പോലെയാ, നമുക്ക് ഈ ആരാധിക്കുന്നത് എന്തോ ഒരു കുറവ് പോലെയാ. പക്ഷേ അതെന്തുകൊണ്ടെന്നറിയാമോ? ഹൃദയം ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. ഞാൻ എടുത്തതൊന്നും ആയില്ല പ്രിയരെ, ഇതിന്റെ സ്റ്റാർട്ടിങ് ആമുഖം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി 3 സെക്ഷൻ ഇതിനകത്ത് കിടപ്പുണ്ട്. പ്രാർത്ഥനയാൽ തെളിഞ്ഞു വരുന്ന ദൈവത്തിന്റെ വഴികൾ, വിശ്വാസത്താൽ തെളിഞ്ഞു വരുന്ന ദൈവത്തിന്റെ വഴികൾ, പരിശുദ്ധാത്മാവിനാൽ തെളിയിക്കപ്പെടുന്ന ദൈവത്തിന്റെ വഴികൾ. ഇതിലൊന്നിലോട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ദൈവത്തിന്റെ വഴി അത് നീ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഇന്ന് പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ റൂട്ടിലോട്ടൊന്ന് കയറണമെന്ന്? ദൈവത്തിന്റെ വഴി നിങ്ങളുടെ കണ്ണിന് ഇമ്പമായിട്ട് തോന്നണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. ഇന്ന് പകൽക്കാലം ഈ കർത്തൃമേശയുടെ മുൻപിലോട്ട് വരുമ്പോൾ ഈ വാക്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത് നിങ്ങളോടെല്ലാം സംസാരിക്കുന്ന വാക്കാണ്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ഈ സഭയ്ക്ക് എത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൈവം ഈ വാക്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ ഒരാൾക്കെങ്കിലും പറയുവാൻ പറ്റുമോ, കർത്താവേ, എന്റെ ഹൃദയം ഞാൻ നിനക്ക് തരാം? ഒരു നിമിഷമായിരിക്കും ദൈവത്തിനെ വിട്ട് നൽകിട്ട് யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று
நினைத்த நாள் உம் அழகான கண்கள் என்னை கண்டனாலே முடிந்ததென்று நினைத்த நாள் உயிர் வாழ்கின்றேன். தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட மயிலாவேசரே. தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து வைத்த மயிலாவேசரே. உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ஒன்றும் இல்லாத என்னை காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே. ஒன்றும் இல்லாத என்னை காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே. உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்னாய் அறிந்து தேடி வந்த நல்ல நேசரே. யாரும் அறியாத என்னை நன்னாய் அறிந்து தேடி வந்த நல்ல நேசரே. உம் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ഒരു നിമിഷം ഞാൻ നമ്മുടെ യൗവന മക്കളുമായിട്ടൊന്ന് സംസാരിക്കും. ബൈബിൾ പറയുന്നു യൗവന